ഒരു 8 lakhിനടുത്തോളം ഞാൻ പ്രോഫിറ്റ് മെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സന്തോഷത്തിലാണ് ഞാൻ. പക്ഷെ ആ മെസ്സേജ് എന്താന്നുള്ളത് ഇപ്പൊ ഞാൻ സാറിനോട് പറയണില്ല. കുറച്ച് 2-3 മാസം എനിക്ക് വേണം ആ മെസ്സേജിന് റിസൾട്ട് ഒക്കെ പറയാൻ. പക്ഷെ എന്നാലും സാറിന്റെ ഒരു പ്രാർത്ഥന ഉണ്ടാവണം എന്റെ മോൾക്ക് വേണ്ടി. അതായത് നമ്മൾ ഇന്നലെ ചെയ്ത ടെക്നിക്ക് കൊണ്ടാണ് ഈ ഒരു റിസൾട്ട് കിട്ടിയത് അല്ലേ? സന്തോഷത്തിലാ. കുറച്ച് നാളായിട്ട് വിഷമിച്ചിരിക്കായിരുന്നു. അതിന്റെ ഭയങ്കര സന്തോഷമുണ്ട്. അത് എങ്ങനെ പ്രകടിപ്പിക്കണം അറിയില്ല. എന്തായാലും സന്തോഷം. കാരണം നിങ്ങൾ അലൈൻമെന്റ് മാസ്റ്ററി പങ്കെടുക്കുന്ന സമയത്ത് കുറെ ട്രോമാസും കാര്യങ്ങളും അനുഭവിച്ചിരുന്നു. അതെല്ലാം ഹീൽ ചെയ്യുന്ന സമയത്താണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുക. അതായത് സന്തോഷം. അതായത് സന്തോഷം. അത് പറയാൻ പറ്റാത്ത സങ്കടത്തിലായിരുന്നു. 8 മണിയുടെ ക്ലാസ് ഉണ്ടെങ്കിൽ പറയാൻ പറ്റുമായിരുന്നില്ല. അപ്പൊ ഈ ക്ലാസ് കണ്ടേ അത് അലൈൻമെന്റ് മാസ്റ്ററിയിൽ നമുക്ക് ഷെയർ ചെയ്യാം, പറയാൻ പറ്റും, പങ്കുവെക്കാൻ വേണ്ടിട്ടേ. സന്തോഷം. വളരെ സന്തോഷമാണ്. അന്നേരം നമ്മുടെ ക്ലാസ്സിലേക്ക് അടുക്കാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സൗജന്യ ക്ലാസ് ആണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ എപ്പോഴും സൗജന്യ ക്ലാസ് നടത്താറുണ്ട്. ആ ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അതിന് തന്നെ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അൻവിന്ദ് എന്നാണ്. ഒരു 6 വർഷമായി, 5-6 വർഷമായിട്ട് നമ്മൾ ഈ മേഖലയിലുണ്ട്. ഇതല്ലാതെ വേറെ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. നമസ്കാരം. ഓക്കെ, എൻ്റെ പേര് വിജിൽ. ഞാൻ സാറിന്റെ മുന്നേയുള്ള ചക്ര മാനിഫെസ്റ്റേഷൻ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് ചെയ്തിരുന്നു. എൻ്റെ ഫോണ് കംപ്ലൈന്റ് ആയിരുന്നു. ഞാൻ സാറിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഓഡിയോ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ലിങ്ക് വെച്ചിട്ട് അപ്പോൾ എനിക്ക് ഉണ്ടായതെന്ന് വെച്ചാൽ ഞാനൊരു മാസം കൊണ്ട് ഒരു 8 lakhിനടുത്തോളം ഞാൻ പ്രോഫിറ്റ് മെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫോൺ മിസ്സായി, എനിക്ക് നമ്പർ ഇല്ല. എന്നിട്ട് ഞാൻ യൂട്യൂബ് കയറി എടുത്തു, സാറിന് മെസ്സേജ് റിപ്ലൈ ചെയ്തു. വാട്സപ്പ് ഹാക്കായിപ്പോയി, ടെലഗ്രാം ഹാക്കായിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിരുന്നു എനിക്ക്. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. അതായത് നിങ്ങൾ പറഞ്ഞു വന്നത് ഇത്ര ലക്ഷമാണ് മാനിഫെസ്റ്റ് ചെയ്തത്. ഞാൻ അതെ, ട്രേഡിംഗിലാണ്. ഞാനൊരു 1 CR എന്നുള്ള രീതിയിലേക്കാണ്. ഞാനൊരു 2 lakhs വെച്ചിട്ടാണ് തുടങ്ങിയത്. ഞാൻ ട്രേഡിംഗ് ഫീൽഡാണ്, സ്റ്റോക്ക് മാർക്കറ്റ് ഫീൽഡാണ്. അപ്പോൾ അവിടുന്ന് ഒരു 10-15 ലക്ഷം വരെ ഞാൻ അവിടെ എത്തിയായിരുന്നു. അതിനുശേഷം എന്ന് വെച്ചാൽ ഞാനൊരു ഉപാസന ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് എൻ്റെ കൂടെയുള്ള ഒരാളാണ്, ഞാൻ അവർക്ക് പഠിക്കണം എന്ന് പറഞ്ഞ് പഠിച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ അതിനുശേഷം എന്താണെന്നറിയില്ല, എനിക്ക് തന്നെ സംഭവിച്ചതെന്നറിയില്ല, ഞാൻ അത്രയും പൈസ ലോസിലോട്ടേക്ക് പോയി. പിന്നെ എനിക്ക് ഈ ക്ലാസ് കിട്ടാത്ത ഒരു അവസ്ഥയിലായി. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് അയച്ച സമയത്ത് എനിക്ക് കണ്ടിന്യൂവേഷൻ ഇല്ലാത്തൊരു മെഡിറ്റേഷൻ ആണ്, ഒരു ചെറിയ സമയത്തേക്കുള്ള ആയിട്ടുണ്ടായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ സാറേ, എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ലെവലിലുള്ള ക്ലാസ് ഏതൊക്കെയാണുള്ളത്? നമ്മളിപ്പോ അലൈൻമെന്റ് മാസ്റ്ററിന്റെ ഇപ്പൊ ഓരോ ബാച്ച്, ഇപ്പൊ ഇതില് ഇദ്ദേഹം പറഞ്ഞല്ലോ, ഇപ്പം പറഞ്ഞ ഇദ്ദേഹം അത് അലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 6ാമത്തെ ബാച്ചാണ്. അതിനെ കുറിച്ച് ഞാൻ പറയാം. സക്സസ് സ്റ്റോറിക്ക് ശേഷം വളരെ സന്തോഷമുണ്ട്. സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാം. ഞാൻ ഇന്നലെ സംസാരിക്കണം. എന്തായാലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ. 772 എന്ന് പറഞ്ഞ നമ്പറിൽ ഈ സക്സസ് സ്റ്റോറി അയച്ചോ. ചക്ര മാനിഫെസ്റ്റേഷൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്റെ ഫോണിന്റെ പ്രശ്നങ്ങൾ കാരണം എനിക്കതിൽ നിന്ന് രണ്ടാമത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ ഞാൻ രണ്ടാമത് വേറെ ഫോണൊക്കെ വാങ്ങിച്ചു മറ്റേ ഇതിൽ കയറിയിട്ടുണ്ട്. പിന്നിപ്പോ ഈ പുതുതായിട്ട് വന്ന 3333 കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് ഏതാണ് ടൈം എനിക്കറിയില്ല. പിന്നെ എനിക്കൊരു സക്സസ് സ്റ്റോറി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഓട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതെനിക്ക് റെഗുലറായിട്ട് ഓരോ കംപ്ലൈന്റുകൾ കാരണം അത് റെഗുലറായിട്ട് എനിക്കത് ഓടിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ ഒരു ഇത് എഴുതണ്ടായിരുന്നു. അത് എഴുതിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഓരോ ദിവസവും പ്രപഞ്ചശക്തി എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ഡെപ്പോസിറ്റ് നിക്ഷേപിക്കുന്നു എന്നുള്ളത് ഞാൻ എഴുതുന്നുണ്ടായിരുന്നു. അത് ഇപ്പോഴും എഴുതുന്നുണ്ട്. പക്ഷെ എനിക്ക് പൈസ വരുന്നുണ്ട്, അത് അതേപോലെ തന്നെ പോവുകയാണ്. നമുക്ക് എന്താ പറയുക, അതൊരു നമ്മളെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതായത് ഇപ്പൊ ചെറുതും വലുതായെന്ന് വെച്ചെങ്കിൽ, ഇപ്പൊ ചെറിയ തോതില് ഇപ്പൊ ഞാൻ യൂബറും കൂടി ഓടുന്നുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, QR കോഡ് വഴി എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നുണ്ട്. പക്ഷെ അത് ശരിയായിട്ട് അപ്പൊ ഞാൻ ഇത് അഭിഭാഷണം എഴുതിയത് ഇത് വരുന്നുണ്ടല്ലോ.
ഉം. അപ്പോ ഇതാണ് ഇങ്ങനൊരു പ്രശ്നമാണ് ഇപ്പൊ എനിക്കുള്ളത്. ഉം. ഓക്കെ ഓക്കെ ശരി. ഓക്കെ നമുക്ക് റെഡിയാക്കാം ടെൻഷൻ അടിക്കണ്ട. താങ്ക് യു. ഓക്കെ നീ മഞ്ജുഷ എന്നാണ്, പാലക്കാടാണ് വീട്. ഉം. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ കുറെ നാളായിട്ട് ജോയിൻ ചെയ്തിട്ട്, പക്ഷെ കൂടുതലൊന്നും എനിക്ക് പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അല്ലാതെ തന്നെ ഞാൻ കുറെ ക്ലാസ്സുകൾ വേറെ ഒക്കെ കണ്ടിട്ടുണ്ട്, ദിനേശ് സാറിന്റെയൊക്കെ നമ്മൾ നേരത്തെ അതൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഞാൻ കുറെ മാനിഫെസ്റ്റ് ചെയ്തതെല്ലാം മിറാക്കിളായിട്ട് ഡെയിലി മിറാക്കിൾ സംഭവിക്കുന്ന ഒരാളാണ് ഞാൻ. ഡെയിലി മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഞാൻ ചിന്തിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളെല്ലാം യൂണിവേഴ്സ് എനിക്ക് നടത്തി തരുന്നു. വല്ലാത്തൊരു അത്ഭുതമാണ് സാർ എനിക്കത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ ഒരു ഫർണിച്ചർ വേണം എന്ന് പറഞ്ഞു, എനിക്ക് ഒരു വീട് നിറയെ ഫർണിച്ചർ കിട്ടി. അതൊരു മിറാക്കിളാ. അതുപോലെ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ എനിക്ക് എന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരും. നമ്മൾ വിചാരിച്ചിരിക്കാത്ത വിധത്തില് നമ്മൾ നേരത്തെ കടം കൊടുത്തതോ അല്ലാത്തതായിട്ടുള്ള ക്യാഷുകള് അങ്ങനെ ഡെയിലി 2000, 3000, 4000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുന്ന ഐ അട്രാക്ട് മണി, കുറെ അഫർമേഷൻസ് എന്നും പറയാറുണ്ട്. ആ പറയുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് അഫർമേഷൻസ് മാത്രമല്ല, കുറെ മന്ത്രങ്ങളും ഇതൊക്കെ ഉപാസന ഞാൻ ചെയ്യുന്ന ആളാ. അപ്പൊ അതിലൂടെ കുറെ മന്ത്രോച്ചാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സാറിന്റെ ഈ ക്ലാസ്സിൽ ഞാൻ കുറെ കാര്യങ്ങൾ സാറിന്റെ ഇതിലെ മാനിഫെസ്റ്റേഷൻ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുറെ നാളായിട്ട് ജോയിൻ ചെയ്തിട്ട്, പക്ഷെ എനിക്കത് അത്ര ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. കുറെ കാര്യങ്ങൾ, മരണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നെന്മാറയാണ് എന്റെ വീട്. ഇപ്പൊ ഒരാഴ്ച നെന്മാറ വിലയുടെ തിരക്കൊക്കെ ആയിരുന്നു. അപ്പോ അതൊക്കെ കൊണ്ട് പറ്റിയില്ല. പക്ഷേ ഒരുപാട് മിറാക്കിൾസ്, ഒന്നല്ല ഒരുപാട് പറയാൻ ഒരുപാടുണ്ട് സർ. സംഭവിച്ച ഒരാളാണ് ഞാൻ. കാരണം പ്രപഞ്ച ശക്തി അത്രമാത്രം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണമാണ് അതിന്. അപ്പൊ സാറിന്റെ ക്ലാസ് വളരെ ഇഷ്ടമാണ് കേൾക്കാനും. ഒരുപാട് എന്തായാലും സന്തോഷം. നബീസ കെ അദ്ദേഹം ആൻവൈസ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് പറയാം. ഓക്കെ, ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് സാറിന്റെ അടുത്ത് നിന്ന്. ഇപ്പൊ റീസെന്റ് ഞാൻ പർച്ചേസ് ചെയ്ത്, ഞാൻ ഇന്ന് വോയിസ് ഷെയർ ചെയ്തിരുന്നു സാറിനെ. അപ്പൊ ബ്രേസ്ലെറ്റ് പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞില്ലേനോ? അപ്പൊ അതിന്റെ സക്സസ് സ്റ്റോറിയാണ്. പിന്നെ ഇതിനു മുമ്പ് സാറിന്റെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിലോ പിന്നെ 7 ചക്ര മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിലെ, അപ്പൊ അതിലോ പിന്നെ റിലേഷൻഷിപ്പിലോ അതൊക്കെ ഞാൻ ജോയിൻ ചെയ്തു. ഇന്നിപ്പോ ഞാൻ ഇതില് അലൈൻമെന്റിൻ്റെത് ഞാൻ പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പൊ മുമ്പ് പങ്കെടുത്ത ക്ലാസ്സിൽ എനിക്ക് മെയിനായിട്ട് ഫിനാൻഷ്യലി ഉള്ള ബ്ലോക്കുകളും പിന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഓക്കെ ആയി. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് വന്ന സമയത്ത് പ്രശ്നമൊന്നുമില്ല. അതിന്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നപ്പോൾ ഒന്ന് ഡൗൺ ആയിപ്പോയി. ഇപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പം ബ്രേസ്ലെറ്റിന്റെ കാര്യമാണെങ്കിൽ നല്ല റിസൾട്ടാണ്. ഫുള്ളായിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ട്. അപ്പോൾ എന്തായാലും പോസിറ്റീവ് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഞാനത് സാറിന്റെ അടുത്ത് വോയിസിൽ ഷെയർ ചെയ്തിരുന്നു. ഇപ്പൊ ഒന്ന് അവസരം കിട്ടിയപ്പോ ഞാൻ വീഡിയോയിൽ പറഞ്ഞെന്നുള്ളൂ. താങ്ക് യു സാർ. സന്തോഷം. ഇദ്ദേഹം ഇതേപോലെ ഏതൊരു ബിസിനസ് ചെയ്യുന്നത്, നിങ്ങൾ ഏതൊരു ബിസിനസിന്റെ പേരെന്തായിരുന്നു? നെറ്റ്വർക്ക് ബിസിനസ് ചെയ്യുന്നതാണ്. നമ്മൾ അതിനെക്കുറിച്ചെല്ലാം യൂട്യൂബിൽ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്ത് ഇദ്ദേഹം ചെയ്യുന്ന ബിസിനസിനെ കുറിച്ചെല്ലാം അറിയിക്കുന്നതാണ്. പലർക്കും പല അവസരങ്ങളും കൊടുക്കുന്ന ബിസിനസ്സാണ് തോന്നുന്നു. അങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട് നിങ്ങൾ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്തതിന്. നമ്മളിപ്പോൾ ബ്രേസ്ലെറ്റിന്റെ കാര്യം ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെൽത്ത് മാഗ്നറ്റും 7 ചക്രയാണ് കൊടുത്തത്. വെൽത്ത് മാഗ്നറ്റ് തന്നെ ഈ പേർക്ക് റിസൾട്ട് കിട്ടാൻ തുടങ്ങിയിട്ട് ബിസിനസ്സിൽ ഗ്രോത്ത്, വെൽത്ത്, ലോട്ടറി, അങ്ങനെ പലർക്കും മിറാക്കിൾ സംഭവിക്കുന്നുണ്ട്. അത് വെറുതെ അല്ല, അതിൽ നമ്മൾ നൽകിയ മെഡിറ്റേഷൻസ്, ക്ലെൻസിങ് പ്രോസസ് ചെയ്തിരിക്കണം. അപ്പോൾ അത് ലേഡീസ് ഉപയോഗിക്കുകയാണെങ്കിൽ ലേഡീസ് പീരീഡ്സ് ടൈമിൽ ഉപയോഗിക്കാൻ പാടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ക്ലെൻസ് ചെയ്യാം. ആ ക്ലെൻസിങ് പ്രോസസ്സിൻ്റെ വീഡിയോ അതിലുണ്ട്. QR കോഡ് സ്കാൻ ചെയ്യുന്ന കിട്ടും. അതിനുശേഷം ഡെയിലി സിജിൽ സിമ്പിൾ ഗ്രാബോയി നമ്പർ വെച്ചിട്ടുള്ള ഒരു കാർഡ് ഉണ്ട്. അതിൽ മുകളിൽ വെക്കുക, കിടന്നുറങ്ങുക. രാവിലെ നിങ്ങളുടെ നിസ്കാരമോ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അത് ആ ബ്രേസ്ലെറ്റ് ധരിക്കാം. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുന്നതാണ്. നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാകുന്ന കാര്യമാണ് വെൽത്ത് മാഗ്നറ്റ് ബ്രേസ്ലെറ്റ്. 7 ചക്ര ബ്രേസ്ലെറ്റ് അതുപോലെ തന്നെയാണ്. അങ്ങനെ ഏകദേശം കുറേ പ്രൊഡക്റ്റുകൾ നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൻ്റെ ബ്രേസ്ലെറ്റ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈവിൾ ഐൻ്റെ ബ്രേസ്ലെറ്റ് വരുന്നുണ്ട്. ജോബിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ് എല്ലാം തന്നെ നമ്മളിപ്പം ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കാരണം എല്ലാം ഒറ്റയടിക്ക് ഇറക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് രീതിയിൽ ഇറക്കാന്നുള്ള രീതി കൊണ്ടാണ്. വളരെ സന്തോഷം നബീസ. ഓക്കെ, വളരെ സന്തോഷം. ഓക്കെ, ഇനി രണ്ട് പറഞ്ഞു. ഫാത്തിമ, അതാണ് ഇതിങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സാർ, അത് കുഴപ്പമില്ലല്ലോ? ഇല്ല, അത് കുഴപ്പമില്ല. ഇപ്പൊ രണ്ട് കയ്യിൽ ബ്രേസ്ലെറ്റിൽ ഇട്ടിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ എന്റെ കയ്യിൽ തന്നെ 2 ബ്രേസ്ലെറ്റ്. ഞാൻ ബെൽറ്റ് മാഗ്നറ്റ് ഇട്ടിട്ടുണ്ട്, ബ്ലാക്ക് ഒബ്സിഡിയൻ ഇട്ടിട്ടുണ്ട് എന്റെ കയ്യിൽ. ചിലപ്പോൾ 3 ബ്രേസ്ലെറ്റ് ഉണ്ടാവും. ഇത് ഡിപ്പെൻസ് ആണ് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ബ്രേസ്ലെറ്റുകൾ. അതായത് ചില ദിവസം എനിക്ക് ഒരു മൈൻഡിൽ എന്തോ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും, അന്നേരം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ബ്ലാക്ക് ഒബ്സിഡിയൻ്റെ ഇടും. ചിലപ്പോൾ എനിക്കൊരു ബെൽറ്റിൻ്റെ ഒരു ഇത് വരികയാണ്, ഞാൻ ബെൽറ്റ് മാഗ്നറ്റ് ഇടും. അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിട്ടിട്ടാണ് പോവുക. ഇപ്പോൾ ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോവുകയാണ്, കാര്യങ്ങൾ പോവുകയാണ്, അത് ഞാൻ ബെൽറ്റ് മാഗ്നറ്റും ഇത് ബിസിനസ് പണമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് മാഗ്നറ്റ് ഇടും, അതോടൊപ്പം തന്നെ റോസ് കോഴ്സ് ഇടും. ഇപ്പോൾ ഒരു നെഗറ്റീവ് ഒരാളായിട്ട് ഇടപഴകണ കാര്യങ്ങൾ ചെയ്യാൻ ഒബ്സിഡിയൻ്റ്. അങ്ങനെ നമ്മളെ ഒരു എനർജി ലെവലിന് വെച്ച് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, നീ 2 പേർ. എന്റെ പേര് സൗമ്യ എന്നാണ്. ഓഡിബിൾ സാറേ? ഓഡിബിൾ ആണ്. ഞാൻ ഇപ്പൊ ഫസ്റ്റ് ടൈമാണ് ഈ ക്ലാസ്സിനകത്ത് കയറുന്നത്. ഫസ്റ്റ് ടൈം എനിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് ഇട്ട് തന്നായിരുന്നു സാറ്. അപ്പൊ അന്നേരം ഞാൻ ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കയറിയതാണ്. ഞാൻ നേരത്തെ ഒരു 2 മാസം എനിക്ക് അത്രയ്ക്കൊന്നും സസ്പെക്ഷൻ വന്നില്ല. ഞാനിപ്പോ ഇസ്രായേലിലാണ് ഉള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം സാറിന് മെസ്സേജ് ഇട്ടായിരുന്നു, വോയിസ് മെസ്സേജ് ഇട്ടായിരുന്നു. ഇസ്രായേലിലാണ് ഉള്ളത്. എനിക്ക് കുറച്ച് ബ്ലെസ്സിങ്സ്, എന്റെ ഹെൽത്ത് ബ്ലെസ്സിങ്സ് എന്റെ മക്കൾക്കും അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡിനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വോയിസ് മെസ്സേജ് സാറിന് ഇട്ടായിരുന്നു. സാർ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. ഓക്കെ, ഹെൽത്ത് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഹെൽത്ത് ബ്ലെസ്സിങ്സ് രോഗങ്ങളാണോ നിങ്ങൾ പറയുന്നത്? അതെ അതെ, അസുഖങ്ങളാണ്. കുട്ടികൾ 2 പേർക്ക് അസുഖത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്യാം. നിങ്ങളിപ്പം ഒരാളുടെ ഹെൽത്ത് ബ്ലെസ്സിങ്സ് പറയുകയാണെങ്കിൽ ഞാൻ കരുതുന്നത് എന്തോ അനുഗ്രഹമാണെന്ന രീതിയിൽ ചിന്തിക്കുന്നത്. രോഗത്തെ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾ എൻ്റെ ഒരു രോഗം പറയുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ ചെയ്യേണ്ട രോഗത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലോ ഓഫ് അട്രാക്ഷൻ അതിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ചക്ര മാനിഫെസ്റ്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എനിക്ക് ഈ ഒരു ഓക്കെ സാർ, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്തുനിന്നൊക്കെയാണ് ഈ ഒരു അസുഖങ്ങളിൽ നിന്നും അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ആയിട്ട് പ്രോബ്ലംസ് ഉണ്ട്. അതിനകത്തൊക്കെ എനിക്കൊന്ന് മറികടക്കണം. എനിക്ക് അതിന് വേണ്ടിയിട്ട് സാറിന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇതിലായിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിനകത്തേക്ക് വന്നത്. തീർച്ചയായും സഹായിക്കാൻ പറ്റും. ഓക്കെ, സന്തോഷം. ഇനി 2 പേർക്കും കൂടി ഇതാണ് നിങ്ങളുടെ വോയിസ് ബ്രേക്ക് ആകുന്നുണ്ട്. നീ ഇത്രയും പേര് സക്സസ് സ്റ്റോറി ഷെയർ ചെയ്തതിന് അന്നേരം ഞാനിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ മണി മാനിഫെസ്റ്റേഷൻ്റെ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് വേറെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ആദ്യം നമ്മൾ പ്രോബ്ലത്തെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ ഇതിൽ അതായത് നമുക്കൊരു പ്രോബ്ലം എന്ന് പറയുന്ന കാര്യത്തിൻ്റെ റൂട്ട് കോസ് എവിടെയാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പം ചില ആൾക്കാർ പറയും അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ട്. അതായത് അവർ അസിഡിറ്റി പ്രോബ്ലം പറയില്ല, ഹെൽത്ത് ബ്ലെസ്സിങ്സ് ഉണ്ട്. ഞാൻ ചോദിച്ചു ഓക്കെ ബ്ലെസ്സിങ്സ് ഉണ്ട് നല്ലതല്ലേ? അന്നേരം പറയും എല്ലാം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. ഞാൻ ചോദിച്ചു ഓക്കെ ആദ്യം ഐഡന്റിഫൈ ചെയ്യും എന്താ പ്രോബ്ലം എന്ന് പറയും. അങ്ങനെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്ന് പറയും. ഹലോ മാം, സാറേ അത് സുജാർ മോഹൻ ഹെൽത്ത് ബ്ലെസ്സിംഗ് എന്നാണ് എല്ലാരും പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹെൽത്ത് ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത്. സുജാർ മോഹൻ ഹെൽത്ത് ചലഞ്ച് എന്ന് പറഞ്ഞ കുഴപ്പമുണ്ടോ സാറേ? എന്താണ് ഹെൽത്ത് ചലഞ്ച് എന്ന് പറഞ്ഞ കുഴപ്പമുണ്ടോ? ഹെൽത്ത് അതായത് ആദ്യം നമ്മൾ അത് പ്രോബ്ലത്തെ ഐഡന്റിഫൈ ആണ്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ എൻ്റെ ഒരു ബിസിനസ്സിന് ഒരു ഇങ്ങനെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു തരാൻ എനിക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. ബിസിനസ്സിൽ എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് സെയിൽസ് വരില്ല. അത് ഞാൻ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കും. കാരണം ഞാൻ മാർക്കറ്റിംഗ് ഇതെല്ലാം ചെയ്യുന്നതാണ്. അതിനാണ് പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ സുജാർ മോഹൻ എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അദ്ദേഹം എന്നെ ഉണ്ടാവും. ഓക്കെ, എൻ്റെ അദ്ദേഹം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ. കാരണം നല്ല രീതിയിൽ അദ്ദേഹം ലൈഫ് കോച്ചിങ് കാര്യങ്ങളിന്, കാരണം നമ്മളെ പേഴ്സണൽ ട്രെയിനിങ്ങും പേഴ്സണൽ മെന്ററിങ് ആണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഒരു 3-4 പേർക്കാണ് ഞാൻ ഇപ്പം അത് കുറേ പേര് ആവശ്യപ്പെടുന്നത് പേഴ്സണൽ മെന്ററിങ് വേണമെന്ന്.
കാരണം പേഴ്സണൽ മെൻറ്ററിങ് അവർക്ക് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ 1-to-1 ആയിട്ട് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ് എൻ്റെ വീട്ടിൽ. എന്നെക്കുറിച്ച് എപ്പോഴും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോസിലെല്ലാം തന്നെ എന്നെക്കുറിച്ച് പറയാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളെ ലൈഫിൻ്റെ എപ്പോഴും മെൻറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം എനിക്ക് ഏകദേശം ഒരു 5-6 മെൻറ്റേഴ്സ് എൻ്റെ ലൈഫിലുണ്ട്. ഇപ്പോഴും ഞാൻ ഇന്നും എൻ്റെ നവീൻ എന്ന് പറഞ്ഞ ഒരു മെൻറ്ററുണ്ട്. അദ്ദേഹത്തെ ഇന്ന് ഒരു ഇങ്ങനെ ക്ലാസ്സല്ല, അദ്ദേഹത്തെ ഇങ്ങനെ ഞായറാഴ്ച ദിവസം ഞാൻ 1 മണിക്കൂർ വരെ എന്തായാലും സംസാരിക്കും. പിന്നെ അതിനുശേഷം സുജേഷ് ഏട്ടനുണ്ട്, പിന്നെ ഫാത്തിമ മേഡം, അങ്ങനെ കുറച്ച് പേരുണ്ട്. പിന്നെ ഒരു ഉസ്താദ് ഉണ്ട്. ഇവരായിട്ടുള്ള ഞാൻ എൻ്റെ മെൻറ്റേഴ്സാണ്. ഇവരായിട്ട് നമ്മൾ സംസാരിക്കും. അതിൽ ഇവർ കുറേ ഐഡിയാസും കാര്യങ്ങളെല്ലാം തന്നെ തരും. ഇവിടെയാണ് മെൻറ്ററിങ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ്. അതായത് ഏത് സക്സസ്ഫുള്ളായിട്ടുള്ള വ്യക്തിയുടെ പിറകിലും ഒരു ആളുടെ അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരുടെ ഒരു ഇതുണ്ടാവും, എന്താ പറയുന്നത് വെച്ചാൽ സപ്പോർട്ട് ഉണ്ടാവും. അങ്ങനെ നമ്മളെ ലൈഫിൽ എപ്പോഴും അങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ കണ്ടെത്തുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും സക്സസ് ആവും. കാരണം ഞാൻ തന്നെ ഈ ഒരു മേഖലയിലേക്ക് എത്താൻ കാരണം പല മെൻറ്റേഴ്സും എൻ്റെ ലൈഫിലൂടെ കടന്നു പോയതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ തന്നെ ഈ ഒരു അറിവുകളോ കാര്യങ്ങളോ എൻ്റെ ആകാശത്ത് നിന്ന് കൊണ്ടുവന്നതല്ല. ചിലത് എൻ്റെ ഇൻഡ്യൂഷനാണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യും, കുറേ ക്ലാസ്സുകളും മെൻറ്ററിങ്ങും എല്ലാം തന്നെ എടുത്തിട്ട് എനിക്ക് എൻ്റെതായ രീതിയിൽ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യും. ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്. അന്നേരം നമ്മൾ എന്ത് കിട്ടുകയാണെങ്കിലും, അതായത് നമുക്ക് എന്ത് കിട്ടുകയാണെങ്കിലും നമ്മൾ പങ്കുവെക്കുന്ന സമയത്താണ് നമുക്കത് ഇരട്ടിയായി വരിക എന്നുള്ളതാണ് സത്യം. നമ്മൾ എന്താണോ നൽകുന്നത്, ഇപ്പം പണം കിട്ടുന്ന സമയത്ത് പോലും പണം നമ്മൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു കൊടുക്കുന്ന സമയത്ത് അത് എന്നിലേക്ക് ഇരട്ടിയായി വന്നതിന് നന്ദി, അല്ലെങ്കിൽ ഇരട്ടിയായി വരുന്നതാണ് എന്ന രീതിയിൽ നമ്മൾ ആ ഒരു പോസിറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ പോസിറ്റീവ് ഇമോഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ ആ പണം നൽകുകയാണെങ്കിൽ നമ്മളിലേക്ക് അത് തിരികെ വരുന്നതാണ്. ഒന്നെങ്കിൽ ആ എമൗണ്ട് ഏതെങ്കിലും രീതിയിൽ ബിസിനസ്സിലൂടെ കാര്യങ്ങളിലൂടെ എല്ലാം തന്നെ നമുക്ക് വരുന്നതാണ്. അതൊരു വലിയൊരു മിറാക്കിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെൻ്റെ ഒരു മെൻറ്റർ പറഞ്ഞു തന്നെയാണ്. ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഒരാൾക്ക് പണം കൊടുക്കുകയാണ്, ചിലപ്പോൾ അത് പ്രൊഡക്റ്റ് മേടിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ അത് സർവീസ് ആയിരിക്കാം, എന്തുമായിരിക്കാം. അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് ഇരട്ടിയായിട്ട് എന്നിലേക്ക് തിരികെ വരുന്നു. കാരണം പണം എന്ന് പറയുന്നത് ഒരു സുഹൃത്തിനെ പോലെ നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. ഒരു സുഹൃത്തിനെ പോലെ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ ചേഞ്ചസ് വരും. ഞാൻ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം എന്ന് പറയുന്ന കാര്യത്തെ ഒരു ശത്രുവിനെ പോലെ ഒരു കിട്ടാക്കനിയായിട്ടാണ് കണ്ടത് എൻ്റെ ലൈഫിൽ. ഇത് പണം എന്ന് പറയുന്നത് പണം കിട്ടുന്ന സമയത്ത് പോലും അയ്യോ എൻ്റെ പണം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ക്ലാസ്സിൽ പറയുന്ന കാര്യമാണ്, പണം വരുന്നുണ്ട് പക്ഷേ എനിക്ക് ഉപകാരപ്പെടുന്നില്ല. അത് ഈ പണമല്ല, നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾ പണമല്ല ആഗ്രഹിക്കുന്നത്. പണത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ചിലപ്പോൾ പണം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ പണം കൊണ്ട് നിങ്ങൾക്ക് വസ്തുക്കൾ മേടിക്കാൻ പറ്റും, ചിലപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം മേടിക്കാൻ പറ്റും, അങ്ങനെ പലതും മേടിക്കാൻ പറ്റും. ആ ഒരു പണം, അതായത് നിങ്ങൾ എത്ര പണം ആഗ്രഹിക്കുന്ന സമയത്ത്, ഇപ്പോൾ 1 ലക്ഷം രൂപയാണ്, എന്തിനാണ് 1 ലക്ഷം രൂപ? വെറുതെയാണ്. ചിലപ്പോൾ 1 ലക്ഷം രൂപ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യും. അന്നേരം ആ പണം നിങ്ങളിലേക്ക് വരും, പക്ഷെ നിങ്ങൾക്ക് ഉള്ളതായിരിക്കില്ല അത്. ചിലപ്പോൾ ഒരു സുഹൃത്തിന് കൊടുക്കേണ്ടതായിരിക്കാം, ചിലപ്പോൾ വേറെ പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നേക്കാം. അങ്ങനെ ആ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ 1 ലക്ഷം രൂപ വരികയാണെങ്കിൽ ആ 1 ലക്ഷം രൂപ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഇപ്പോൾ ഇത്ര ലക്ഷം രൂപയാണെങ്കിൽ ഇത്ര ലക്ഷം രൂപ എനിക്ക് ചിലപ്പോൾ എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, പ്രൊഡക്റ്റ് ആയിരിക്കാം, അങ്ങനെ എന്തും ആയിരിക്കാം. ആ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള രീതി എഴുതി വെക്കുക. ഇപ്പോൾ 1 ലക്ഷം രൂപ കൊണ്ട് എനിക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യമായിരിക്കണം ഞാൻ ചെയ്യേണ്ടത് എന്ന രീതിയിൽ എഴുതി വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന പണം നിങ്ങൾക്ക് ഉപകാരമായിട്ട് മാറുന്നതാണ്. നിങ്ങൾ അങ്ങനെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു രീതിയിൽ വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ പണത്തിൻ്റെ രണ്ടാമത്തെ പണത്തിൻ്റെ കുറച്ച് റൂൾസ് ഉണ്ട്. പണം എന്ന് പറയുന്നത് നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം ആദ്യം ഉപയോഗപ്പെടുത്തേണ്ടത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണം എന്ന് പറയുന്നത് നമ്മളെ നല്ലൊരു സുഹൃത്താണ് അല്ലേ. പണം എന്ന് പറയുന്നത് നല്ലൊരു സുഹൃത്താണ്. ആ സുഹൃത്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ കുറേ പണമുണ്ട്, നിങ്ങൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ കൂടുതലായി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എലൈൻമെന്റ് മാസ്റ്ററിൽ പലരോടും ഞാൻ പറയുന്ന കാര്യമാണ്, അതായത് നമ്മൾ മറ്റുള്ളവരെ കൂടുതൽ സഹായിക്കുക കാര്യങ്ങളോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നന്മ വരങ്ങളാകാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയും എത്താൻ പോവില്ല എന്നുള്ളതാണ്. സുജ എനിക്ക് കുറച്ച് മാസങ്ങൾ മുന്നേ അയച്ച മെസ്സേജ്. ഗുഡ് മോർണിംഗ്. എൻ്റെ ഈ ഒരു സക്സസ് എൻ്റെ ഗുരുദക്ഷിണയായിട്ട് സാറിന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സാർ. എൻ്റെ ഈ ഒരു ജേണിയിൽ എനിക്കൊരു
വഴിവിളക്കായിട്ട് ഈ നിമിഷം വരെ എന്നെ ഓരോ കാര്യങ്ങളിലും ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. താങ്ക് യു. ഓക്കെ, അതായത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങളും അദ്ദേഹം എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളും ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആ ഗൈഡൻസ് കൊടുക്കാറുണ്ട്. അത് അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കും എനിക്ക് തോന്നുന്നു വെച്ചാൽ പലരും ഞാൻ സംശയം ചോദിക്കുന്നത് ഞാൻ ഫ്രീ ആണെങ്കിൽ മറുപടി മിക്കവാറും കൊടുക്കാറുണ്ട്. അത് നിങ്ങൾ പെയ്ഡ് ക്ലാസ് തന്നെ വേണമെന്നില്ല, ഫ്രീ ക്ലാസ് ആയാലും പോലും ഞാൻ ഫ്രീ ആണെങ്കിൽ എൻ്റെ സ്റ്റാഫോ കാര്യങ്ങളോ ഫ്രീ ആണെങ്കിൽ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ്, അതായത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ കൊടുക്കാതെ നമ്മളെ പറ്റുന്ന രീതിയിലുള്ള സഹായം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുകയാണെങ്കിൽ, അത് യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം നമ്മളൊരു ചെയ്യുകയാണെങ്കിൽ ഞാൻ അനുഭവിച്ച കാര്യമാണ്. അത് നമ്മൾ മുന്നേ ഞാൻ ഒരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അയാൾ എനിക്കൊരു മോശപ്പെട്ട അവസ്ഥ വരികയാണെങ്കിൽ തിരിച്ച് സഹായിക്കുന്ന രീതിയിലാണ് ഞാൻ സഹായങ്ങൾ ചെയ്തത്. ഇപ്പം ഞാൻ സഹായിക്കുന്ന രീതി എങ്ങനെയാണെന്ന് അറിയാം. എന്നാ പറ്റുമോ ഞാൻ സഹായിക്കും, പറ്റില്ലേ ഞാനത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഞാൻ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കാറില്ല. അത് ഫിനാൻഷ്യലായിട്ടുള്ള കാര്യമാവട്ടെ, അത് മറ്റു കാര്യങ്ങളാവട്ടെ, ചിലപ്പോൾ നമ്മളെ ടൈം ആയിരിക്കാം, നമ്മളെ എനർജി ആയിരിക്കാം അവർക്ക് വേണ്ടത്. എന്നാൽ ഞാനത് ചെയ്യാറില്ല. എനിക്ക് പറ്റുന്ന കാര്യമാണോ അത് എന്നാ പറ്റുന്നതാണ് ഞാൻ ചെയ്തു കൊടുക്കും. അത് എനിക്ക് വേറെ രീതിയിലാണ്, അതായത് ആ വ്യക്തിയിലൂടെയല്ല വേറെ വ്യക്തികളിലൂടെയാണ് എന്നിലേക്ക് എപ്പോഴും വരുന്നതായിട്ട് ഞാൻ അനുഭവിച്ചത്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊരു വ്യക്തിയെ സഹായിക്കും, പക്ഷേ നിങ്ങൾക്കൊരു ആവശ്യം വരുന്ന സമയത്ത് വേറൊരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഇടപെട്ട് നിങ്ങളെ സഹായിക്കുന്നത്. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് അനുഭവം ഉണ്ട് സാർ. അവരോട് ചോദിച്ചാൽ അവർ നമുക്കത് തരില്ല, പക്ഷെ വേറെ വഴി കൂടെ നമുക്കത് കിട്ടും. അതെ അതെ അതെ, അത് ഞാൻ അനുഭവിച്ച ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാ പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കും. അതായത് അത് ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ നമ്മൾ അറിയാത്തൊരു വ്യക്തി നമ്മളെ ലൈഫിലേക്ക് വന്നിട്ട് നമ്മൾ ആ ഒരു മൊമെന്റിൽ നമ്മൾ സഹായിച്ചിട്ട് ആ വ്യക്തി എവിടെയെങ്കിലും പോകും, അത്രയും ഉണ്ടാവും. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്തും ഒരു യൂണിവേഴ്സൽ ബാങ്കിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരാളെ നമ്മൾ സഹായിക്കാൻ അതായത് യൂണിവേഴ്സൽ ബാങ്കിലേക്കാണ് ആ കർമ്മ ഡെപ്പോസിറ്റ് ആകുക. എന്നിട്ട് അത് നമുക്ക് പലിശയായിട്ടും എല്ലാം തന്നെ നമ്മളിലേക്ക് തിരികെ വരും. അതുകൊണ്ടാണ് നമ്മൾ ആ പറ്റുന്ന രീതിയിൽ നമ്മളിപ്പോൾ പണം എന്ന് പറയുന്ന കാര്യമില്ലേ, പണം എന്ന് പറയുന്ന കാര്യം നമ്മളൊരു സർവീസ് ഒരു പ്രൊഡക്റ്റോ കൊടുക്കുന്ന സമയത്താണ് നമ്മളിലേക്ക് വരിക. ഇപ്പോൾ ലോട്ടറിയിലൂടെ തന്നെ മാനിഫെസ്റ്റ് ചെയ്ത കുറേ പേരുണ്ട്. ഇപ്പോൾ അബുദാബി ബിഗ് ടിക്കറ്റ് 2 പേർക്കാണ് നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. അബുദാബി ബിഗ് ടിക്കറ്റ്, എമിറേറ്റ്സ് ടിക്കറ്റ് ഉണ്ട്, എമിറേറ്റ്സിൻ്റെ 25 ലക്ഷത്തിൻ്റെ. ഇപ്പം അതിൽ നീതു വേറൊരു വ്യക്തി അദ്ദേഹത്തിനെല്ലാം തന്നെ എമിറേറ്റ്സിൻ്റെ ടിക്കറ്റ് അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സക്സസ് സ്റ്റോറീസ് എല്ലാം ഷെയർ ചെയ്തിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മളെ എനർജി ലെവലാണ്. അടുത്ത കാര്യമാണ് പണം എന്ന് പറയുന്നത്. എപ്പോഴും പറയാറുണ്ട് എനർജിയാണ്, ഊർജ്ജമാണ്. ഇത് ഞാൻ കേൾക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ ചിന്തിച്ചു, ഇത് ഊർജ്ജമാണോ, സത്യമാണോ? കാരണം ഹാർഡ് വർക്ക് ചെയ്യണ്ടേ എന്ന രീതിയിൽ ഹാർഡ് വർക്കല്ലേ ചെയ്യേണ്ടത്, സ്മാർട്ട് വർക്കാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ 4 വർഷം മുന്നേ തുടങ്ങി. 6 വർഷം മുന്നേ ഞാൻ തുടങ്ങി. അന്നേരം എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. അതായത് എൻ്റെ കയ്യിൽ 4 രൂപയുടെ മൊബൈലാണ്, ലൈറ്റ് ഇല്ല, ഒന്നുമില്ല, എഡിറ്റിംഗ് പഠിപ്പിക്കാൻ ആരുമില്ല, തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയാൻ ആരുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാനുണ്ടായത്. പക്ഷെ നമ്മളൊരു പാഷൻ, അതായത് നമ്മൾ എന്തെങ്കിലും ജനങ്ങൾക്ക്, അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അവരതിൻ്റെ റിസൾട്ട് നൽകും. കാരണം നമ്മളെന്താണ് യൂണിവേഴ്സിലേക്കാണ് നൽകുന്നത്, അല്ലേ? നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്, കാര്യങ്ങൾ ചെയ്യുകയാണ്, അന്നേരം അത് നൽകുന്നത് നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്കാണെന്നുള്ള ചിന്ത വെക്കുക. അതായത് നിങ്ങളൊരു പ്രൊഡക്റ്റ് കൊടുക്കുന്നതാവട്ടെ, സർവീസ് കൊടുക്കുന്നതാവട്ടെ, അതെല്ലാം തന്നെ യൂണിവേഴ്സിലേക്ക് നൽകുകയാണ് എന്നുള്ള ചിന്ത വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ലഭിക്കും. അതെൻ്റെ അനുഭവമാണ്. കാരണം ഞാൻ ആദ്യമല്ല എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുക. ഇപ്പോൾ എന്താണ്, ഞാൻ എല്ലാം തന്നെ യൂണിവേഴ്സിലേക്ക് സമർപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മളെ കർമ്മം ചെയ്യാൻ അധികാരമുള്ളൂ. കർമ്മഫലത്തെ നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് നടക്കില്ല. അതാണ് നമ്മളുടെ ഈ നിമിഷത്തിൽ നിങ്ങൾ എത്രത്തോളമാണോ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ മൈൻഡ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്നത്, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത്. ഇപ്പം തന്നെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുകയാണ്, നിങ്ങൾ വേറെ കുറേ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു സമയത്തെ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാതെയാവും. അവിടെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന കാര്യമുള്ളത്. മൈൻഡ്ഫുൾനെസ് മനസ്സിനെ ഈ നിമിഷത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. നമ്മളിപ്പം എലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇപ്പോൾ നടക്കുന്നത്. കുറേ പേര് എലൈൻമെൻറ്റ് മാസ്റ്ററിയുടെ ചോദിച്ചു. എലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറയുന്നത് കൃത്യമായ രീതിയിലുള്ള ഹീലിംഗ് പ്രോസസ്സാണ്. ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ കുറേ ടെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും കുട്ടിക്കാലം മുതൽ. ഇതിൽ ഇപ്പം ഫസ്റ്റ് തന്നെ പറഞ്ഞ ഇദ്ദേഹം ലീന എന്നാണ് പേരെന്ന് തോന്നുന്നു.
അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് കുറേ ട്രോമാസും കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം അനുഭവിച്ചിരുന്നു. ആ ട്രോമാസ്, മനസ്സിൽ കുറേ സങ്കടങ്ങളും കുറേ കുറ്റബോധങ്ങളും അതോടൊപ്പം തന്നെ ജീവിതം എൻ്റെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന രീതിയിലുള്ള ചിന്ത വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ റിസൾട്ട് കിട്ടില്ല. എപ്പോഴാണോ നിങ്ങളെ വേദനകളെ നിങ്ങൾ വിട്ടുകളയാൻ പറ്റുന്നത്, ക്ഷമിച്ചിട്ട് സാരമില്ല, അത് സംഭവിക്കേണ്ടതായിരുന്നു, സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, അത് വിട്ടുകളയുക അല്ലേ. വിട്ടുകളയാത്തോടത്ത കാലം നിങ്ങൾ എന്ത് ചെയ്യാണ്, ആ പെയിനെ നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഇതേപോലെ തന്നെയായിരുന്നു. ഞാൻ അവനോട് ഒരിക്കലും ക്ഷമിക്കില്ല. കാരണം അവൻ എന്നെ ഇങ്ങനെ, അതായത് ഞാൻ ഇത്ര കൊടുത്തയാണ് അവൻ ഇത്രയും ഞാൻ സ്നേഹിച്ചു, ഇത്രയും ഞാൻ സഹായിച്ചു, എന്നിട്ടും അവൻ അല്ലെങ്കിൽ അവൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന രീതിയിൽ നമ്മളിൽ ചിന്ത വരും അല്ലേ. ഇങ്ങനെ ചിന്ത വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ആവും. നിങ്ങൾ നൽകുന്ന, അതായത് നിങ്ങൾ ആ ഒരു പെയിനും കാര്യങ്ങളും കൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ രോഗങ്ങളും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ നിങ്ങൾ പിന്തുടർന്ന് വരുന്നതാണ്. ആ ഒരു പെയിന് ചിലപ്പോൾ ഈ ട്രോമ വരുന്നത്, ഇതിനെയാണ് ട്രോമ എന്ന് പറയുന്നത്. നമ്മൾ കുട്ടിക്കാലത്തുള്ള ട്രോമാസ് നമ്മളെ ബാധിക്കും. അതിനൊരു ഉദാഹരണം വായ എന്ന് പറയുന്ന സിനിമ. വായ എന്ന് പറയുന്ന സിനിമയിൽ ആ കുട്ടിക്ക് അത് സിനിമ വായ 2 എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. കഴിയുന്നതും ഫാമിലിയായിട്ട് തന്നെ പോയി കാണും. ഞാനത് സ്വതവേ ഞാൻ സിനിമകൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. പക്ഷെ വായ 2 എന്ന് പറയുന്ന സിനിമ കിഡിലും ഫിലിമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്വതവേ മറ്റു സിനിമകൾ ഒരു അടി പിടി അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷെ വായ 2 ലഹരി എന്തുകൊണ്ട് നമ്മളെല്ലാവരും പറയില്ല, മക്കൾ ലഹരി ഉപയോഗിക്കുന്നു, മക്കൾ ഇന്ന കാര്യം ചെയ്യുന്നു, എന്തുകൊണ്ട് അവർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം വായ 2 അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ ഒറ്റയ്ക്ക് പോവുകയല്ല ചെയ്യേണ്ടത്, ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാം. ഇതാണ്, അതായത് ആ കുട്ടിക്കാലത്ത് അദ്ദേഹം അനുഭവിച്ച ട്രോമയുണ്ട്. ട്രോമ എന്ന് പറയുന്നത് എപ്പോഴും രക്ഷിതാക്കൾ, ചിലപ്പോൾ നിങ്ങൾ 2 മക്കളുണ്ടാവും, ഇളയ കുട്ടിയെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ കൂടുതൽ സ്നേഹിക്കും. ഇവിടെ എന്താണ്, ലാക്ക് ഓഫ് ലവ് എന്ന് പറയുന്ന കാര്യമുണ്ട്. അതായത് മൂത്ത കുട്ടി സ്നേഹം അനുഭവിക്കാത്ത ഒരു സമയം വരും, അല്ലെങ്കിൽ സ്നേഹം അനുഭവിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിലൊരു കോൺഫിഡൻസോ ഒന്നും തന്നെ ഫീൽ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ അംഗീകാരവും സപ്പോർട്ടും നമ്മൾ നൽകണം. ചിലപ്പോൾ നിങ്ങൾ സ്ത്രീ ആയത് കാരണം നിങ്ങളെ രക്ഷിതാക്കൾ പറയും, ഇവളെ കെട്ടിച്ച് വേണ്ടല്ലേ, ഇവളെന്തിനാ പഠിപ്പിക്കുന്നത്, കെട്ടിച്ച് വേണ്ടല്ലേ എന്നുള്ള രീതിയിലാണ് നിങ്ങളെ വളർത്തുന്നതെങ്കിൽ നിങ്ങൾക്കൊന്നും സ്വന്തമായി ചെയ്യാൻ തോന്നില്ല, വീട്ടിൽ ഒതുങ്ങി നിൽക്കേണ്ട രീതിയിലേക്ക് മാറും. എന്നാൽ നിങ്ങൾ അതിനെ ക്ഷമിച്ചുകൊണ്ട്, അതായത് ഇന്ന ചാനൽ ഹീലിംഗ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ ചേഞ്ചസ് വരാൻ തുടങ്ങും. നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യും. അതോടൊപ്പം ലൈഫിൽ എന്തെങ്കിലും നേടണം എന്നുള്ള ചിന്ത വരും. അതിലൂടെ നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ക്രിയേറ്റീവ്, അതായത് നിങ്ങളെപ്പോഴും സർവൈവൽ അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ക്രിയേറ്റീവ്, അതായത് നിങ്ങളുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മോഡിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതാണ്. ഇത് പെട്ടെന്ന് ഒരു ദിവസം സാധിക്കില്ല. ഇപ്പം തന്നെ ചില ആൾക്കാർ ഇപ്പോൾ അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ചില സ്ത്രീകൾ സെക്സ്വൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ട്. അത് രക്ഷിതാക്കളിൽ നിന്ന്, അച്ഛനിൽ നിന്ന് നേരിട്ട ലേഡീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ സ്വന്തം ബന്ധുക്കളിൽ നിന്ന് നേരിടുന്ന ലേഡീസ് ഉണ്ട്. ഇതെല്ലാം ഒരു റിയാലിറ്റിയാണ്. അന്നേരം ഇതിനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ചില സ്ത്രീകൾ വന്നിട്ട് പേഴ്സണൽ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയും ഞാനൊരു മോശപ്പെട്ട സ്ത്രീയാണെന്ന് ചോദിക്കും. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് പറയുന്നത്, കാരണം മൾട്ടിപ്പിൾ ആൾക്കാരിൽ നിന്ന് സെക്സ്വൽ ഇതായിട്ട് നേരിട്ടിട്ടുണ്ട്. അന്നേരം ഞാൻ പറയും അത് നിങ്ങൾ നേരിട്ടത് നിങ്ങളൊരു മോശപ്പെട്ട സ്ത്രീ ആയതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ആ സമയത്ത് വീക്കാണ്. ആ വീക്കായ വ്യക്തിയെ ഉപദ്രവിക്കുന്നത് ഭീരുവാണ്, അല്ലെങ്കിൽ ഇങ്ങനെ അത് ഒരു ഭീരുത്വമാണ്. അതോടൊപ്പം തന്നെ ഒരാളുടെ കൺസേൺ ഇല്ലാതെ ശരീരത്തിൽ തൊടുന്നതും തെറ്റാണ് എന്ന രീതിയിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും. അന്നേരം അവർക്ക് തോന്നും ഓക്കെ സാരമില്ല. അതായത് അവരോട് തന്നെ പറയും ഞാനൊരു മോശപ്പെട്ട സ്ത്രീയല്ല, അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു വ്യക്തിയല്ല. ചില ആൺകുട്ടികൾ സെക്സ്വൽ അബ്യൂസ് നേരിടാറുണ്ട്. ഇതെല്ലാം ഒരു റിയാലിറ്റിയാണ്. അതായത് ഈ റിയാലിറ്റിയെ നമ്മൾ മനസ്സിലാക്കണം. അതായത് റിയാലിറ്റി, അതായത് നമ്മളെപ്പോഴും ഒരു ഫേക്ക് വേൾഡിൽ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കണം, പക്ഷേ നമ്മൾ കണ്ണുകൾ തുറന്നിരിക്കണം എന്നുള്ള കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങൾ പോസിറ്റീവായി ചിന്തിച്ചോളൂ, പോസിറ്റീവായി തന്നെ ചിന്തിക്കണം, പക്ഷെ കണ്ണുകളും എല്ലാം തന്നെ തുറന്നിരിക്കുക. എപ്പോഴും എന്തും നമ്മളെ ലൈഫിൽ സംഭവിക്കാം, അലേർട്ടായി നിൽക്കുക എന്ന് പറയും. അതിനാണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത് അവെയർ ആയിരിക്കുക, അവെയർനെസ് കൊണ്ടുവരിക എന്നുള്ളത്, ബോധവാനായിരിക്കുക. അതായത് ഓവർ പോസിറ്റിവിറ്റി എന്ന് പറയുന്ന കാര്യമുണ്ട്. ഓവർ പോസിറ്റിവിറ്റി, അതായത് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ കരയാൻ പാടില്ല, കരയുന്നത് മോശമാണ്, ശരിക്കും ഇങ്ങനെ നിങ്ങൾ സങ്കടപ്പെടാൻ പാടില്ല എന്നൊക്കെ രീതിയിലുള്ള ചിന്ത, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഓവർ പോസിറ്റിവിറ്റി, അതായത് പോസിറ്റിവിറ്റി നമ്മൾ കോരി ചൊരിയുക എന്ന് പറയും. നിങ്ങൾ സങ്കടപ്പെടുന്ന സമയത്ത് സങ്കടപ്പെടുക, അതായത് കരയാൻ തോന്നുന്ന കരയുന്ന സമയത്ത് നിങ്ങൾ സപ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് രോഗങ്ങളായിട്ട് മാറും. അതായത് നിങ്ങൾ സങ്കടപ്പെടുന്ന കാര്യം, ഇപ്പോൾ ചില പേഴ്സണൽ കൺസിഡറേഷൻ സമയത്ത്
ചില ആൾക്കാർ വന്നിട്ട് കരയെന്ന് വെച്ചാൽ പൊട്ടി 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 അവരെ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് സങ്കടപ്പെട്ട് കരയും. അന്നേരം സാറേ മോശമാണ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ പറയും മോശമൊന്നുമല്ല, നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ കരഞ്ഞോളൂ. പക്ഷേ ഈ കരച്ചിൽ എന്ന് വെച്ചാൽ ഒരു ഹാബിറ്റ് ആയിട്ട് മാറ്റരുത്, മറിച്ച് ഇതൊരു റിലീസിങ് ആണ്. ഇപ്പോൾ കൺസൾട്ടേഷൻ സമയത്ത് വേദന വരാമെന്നത് പറഞ്ഞ് തുറന്ന് ഷെയർ ചെയ്തോളൂ. എന്നാൽ അവർക്കൊരു ആശ്വാസം വരും. എന്നിട്ട് ഗൈഡൻസ് കൊടുക്കും. അതായത് ഇവിടെ ഇമോഷൻസിന് എന്ത് ഇമോഷൻസിനെയും കാര്യങ്ങളെല്ലാം തന്നെ സപ്രസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളെ ഹൃദയചക്രം ബ്ലോക്ക് ആവും. ഇന്നലെ ക്ലാസ്സിൽ തന്നെ ഞാൻ ഇന്നലെയുള്ള എലമെന്റ് മാസ്റ്ററിൽ ഹൃദയചക്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. നിങ്ങൾ ഹൃദയത്തെ എപ്പോഴും പ്യൂരിഫൈ ചെയ്ത് വെക്കുക. അതായത് ഇമോഷൻസ് ഇപ്പോൾ സന്തോഷങ്ങൾ എന്ന് പറയുന്നത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഇത് രണ്ടും അനുഭവിക്കുന്ന സമയത്താണ് ലൈഫിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ലൈഫിൽ എപ്പോഴും സന്തോഷം മാത്രമാണുള്ളത്, ലൈഫ് ഭയങ്കര ഹാപ്പി ആയിരിക്കാം. അതായത് നിങ്ങൾക്ക് ജീവിതം ജനിച്ചത് മുതൽ എപ്പോഴും ഹാപ്പിനെസ് ആണ്. നിങ്ങൾക്ക് ലൈഫിന് എങ്ങനെയായിരിക്കും കാഴ്ചപ്പാട്, ലൈഫിന് എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുക, ലൈഫിന് എങ്ങനെയായിരിക്കും ഉണ്ടാകുക? നിങ്ങൾ ലൈഫിൽ ജനിച്ചത് മുതൽ നിങ്ങൾക്ക് സന്തോഷം മാത്രം എങ്ങനെയാ ഉണ്ടാകുക? ഭയങ്കര ബോറടിക്കുക, ഭയങ്കര സന്തോഷമാണ് ഉണ്ടാവുക. ഹാപ്പിനെസ്, സങ്കടവും ഒക്കെ ഉണ്ടാവും. അല്ല ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ജനിച്ച സമയം മുതൽ സന്തോഷം മാത്രമാണ് നിങ്ങൾക്കുള്ളത്, ദുഃഖം എന്താന്ന് പോലും അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ലൈഫ്? ലൈഫിനെ കുറിച്ച് ഒന്നും അറിയാൻ പറ്റില്ല സാറേ. അതെ, ബോറടിക്കും. ഇപ്പൊ പറഞ്ഞ കാര്യം ബോറടിക്കും എന്നുള്ള കാര്യം. അത് ലൈഫില് സുഖവും ദുഃഖവും എല്ലാം തന്നെ ഉണ്ടാവും. ഓഷ പറഞ്ഞിട്ടുണ്ട്, ദുഃഖം അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തെ യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ സാധിക്കില്ല. വിശപ്പറിയുന്നവനെ ഭക്ഷണത്തിന്റെ രുചി അറിയാൻ സാധിക്കും. പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് പണത്തിന്റെ വില അറിയാൻ സാധിക്കും. കാരണം ഈ ഒരു മൊമെന്റിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഞാൻ അധികം വിശപ്പിന്റെ വിലയൊന്നും മനസ്സിലായില്ല, പക്ഷെ പണം ഇല്ലാത്തതിന്റെ ഇൻസൾട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ കോളേജ് ലൈഫിലും സ്കൂൾ ലൈഫിലും തന്നെ പണം ഇല്ലാത്തത് കാരണം ഞാൻ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം കിട്ടാതിരിക്കുക അങ്ങനത്തെ അവസ്ഥയൊന്നും എനിക്കങ്ങനെ വന്നിട്ടില്ല. ഇപ്പം ഞാൻ ഗുജറാത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കണമെന്നില്ല. അതായത് ഈ പെയിനിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം. അടുത്ത കാര്യമാണ്, നിങ്ങൾക്ക് വരുന്ന പെയിനും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ആ വേദനയ്ക്കല്ല നന്ദി പറയേണ്ടത്, ആ വേദനയിൽ നിന്ന് നിങ്ങളെ ശക്തമാക്കി മാറ്റിയ ഒരു കാര്യമുണ്ടാവും. ഇപ്പം എനിക്ക് ഫിനാൻഷ്യലായ കാര്യങ്ങൾ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളിൽ എനിക്ക് ചീറ്റിംഗ് സംഭവിച്ചു, പക്ഷെ ഞാൻ അവർക്ക് നന്ദി പറഞ്ഞു. കാരണം ഈ വ്യക്തികളാണ് എൻ്റെ ലൈഫിൽ ഞാൻ എന്താണെന്നുള്ള തിരിച്ചറിയാനുള്ള അവസരം എനിക്ക് നൽകിയത്. ഒന്ന് ആലോചിച്ചു, നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്, നിങ്ങളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. മനസ്സിലായോ? അതായത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നത്, നിങ്ങൾ എപ്പോഴും സ്നേഹിക്കുന്നത്, അയ്യോ വാവേ കുഞ്ഞെ എന്നൊക്കെ പറഞ്ഞ് പ്രൊട്ടക്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾ നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരിക്കലും നിങ്ങളുടെ പൊട്ടൻഷ്യാലിറ്റി, നിങ്ങളെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എനിക്കങ്ങനെ സുഹൃത്തുക്കളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അത് കാരണം എനിക്ക് മനസ്സിലായി ഞാൻ ഒറ്റക്കാണ് നിൽക്കേണ്ടതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അന്നേരം എൻ്റെ ശക്തി, അതായത് ഞാൻ എവിടെയാണ് പരാജയപ്പെടുന്നത്, ഞാൻ എവിടെയാണ് ചീറ്റ് ചെയ്യപ്പെടുക എന്നുള്ള കാര്യങ്ങൾ എനിക്ക് സ്വയം ബോധ്യപ്പെടാൻ സാധിച്ചു. അതായത് അവിടെ എൻ്റെ വീക്ക്നെസ് എനിക്ക് എന്താണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് നമ്മൾ ലൈഫിൽ ഈ ഒരു ജേണി, അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പണത്തിൻ്റെ കാര്യത്തിൽ പോലും നിങ്ങൾ എപ്പോഴും നിങ്ങൾ സക്സസ് ആകണമെന്ന് ചിന്തിക്കരുത്. അതായത് സക്സസ് ആകുകയാണെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആകുക, നിങ്ങൾ ഫെയിൽ ചെയ്തല്ലോ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആകുക എന്ന് പറയും, കൃതജ്ഞത പറയാം. കാരണം ആ അറിവുകൾ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഒരു കല്ലായിട്ട് അല്ലെങ്കിൽ ഒരു ചവിട്ടുപടിയായിട്ട് മാറുന്നതായിരിക്കും. പണത്തിന്റെ കാര്യം പറഞ്ഞത് നമ്മൾ ഡിപ്പെൻഡഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ പണത്തിന്റെ കാര്യത്തിൽ നമ്മൾ സ്വയം സോൾവ് ചെയ്യുന്നത്, എങ്ങനെ അതിനകത്ത് നമ്മൾ നന്ദി പറയണം. ഇപ്പൊ നമ്മൾക്ക് മക്കളുടേതായാലോ ലൈഫ് പാർട്ണറിലാണെങ്കിൽ നമ്മൾ ക്യാഷ് മേടിച്ച് നിൽക്കുന്ന ഒരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ വല്ലാത്ത തരത്തിൽ സ്ട്രഗിൾ ചെയ്യും. അപ്പൊ ആ സമയത്ത് നമുക്ക് എവിടെയാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ നിങ്ങൾ ഈ ഫ്രീ ക്ലാസ് ഞാൻ അങ്ങനെ പറയാല്ല. ഞാൻ എലമെന്റ് മാസ്റ്ററിൽ ഇപ്പം ഇതിൽ കുറെ പേര് അനിത മാഡം പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ വേറെ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ അലൈൻമെന്റ് മാസ്റ്ററിൽ? ഓക്കെ, നിങ്ങളുടെ പേര് അതൊന്നും എഡിറ്റ് ചെയ്തില്ല. മിനി ഭാസ്കർ. ഓക്കെ, മിനി ഭാസ്കർ എന്നെല്ലാം പറഞ്ഞ വ്യക്തി പങ്കെടുക്കാറുണ്ട്. ഞാൻ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യാത്തത് കൊണ്ടാണ്. ഓക്കെ. അതിൽ ഞാൻ പറയുന്ന കാര്യമാണ്, ഇപ്പം ലേഖ പറഞ്ഞ കാര്യമുണ്ട്. അതായത് അതിപ്പോ ക്യാമറ ഓൺ ആക്കാത്ത കാര്യം നമ്മളിത് യൂട്യൂബിനകത്ത് ഇടുമ്പോൾ പല നിങ്ങൾ പേഴ്സണൽ ചോയ്സ് ആണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്.
സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുക. നമ്മളെ ചുറ്റും അവസരമുണ്ട്, ഓൺലൈനായിട്ടുള്ള അവസരങ്ങളിൽ പല അവസരങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ലീന എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്, ഈ ബാച്ചിൽ ജോയിൻ ചെയ്തതാണ്. അദ്ദേഹത്തിന് കുറേ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് കുറച്ച് മാറ്റം, കുറേ കാലമായിട്ട് അദ്ദേഹം അനുഭവിച്ച ട്രോമാസ്, കുട്ടിക്കാലം മുതൽ കുറേ ട്രോമാസ് അനുഭവിച്ചിരുന്നു. ഈ ട്രോമാസ് എല്ലാം തന്നെ സപ്രസ് ചെയ്ത് കിടത്തത്തിലായി കാര്യങ്ങൾ കുറേ രോഗങ്ങളായി മാറി. അതിനുശേഷം ഇപ്പം മാറ്റം സംഭവിച്ചു. ഇപ്പം അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെയുള്ള ലൈവ് ക്ലാസ്സിൽ, നമ്മുടെ സൗജന്യ ലൈവ് ക്ലാസ്സിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒറ്റ മിനിറ്റ്, ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റുകൾ കാണിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇല്ല, ജസ്റ്റ് അദ്ദേഹം എനിക്ക് അയച്ചു തന്ന പ്രൊഡക്ട്സ് ആണ്. അദ്ദേഹം സ്വന്തമായിട്ട് ഓണായിട്ട് മേക്ക് ചെയ്ത പ്രൊഡക്റ്റാണ്. ഇതിപ്പോൾ സെയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് സ്വന്തമായിട്ട് ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റാണ് അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും അവസരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ്ണ് തുറന്നിരിക്കുക എന്നുള്ളത്. കണ്ണ് തുറന്നിരിക്കണം. അതായത് ചില സമയത്ത് ഇപ്പം ഞാൻ തന്നെ പറയാറുണ്ട്, എനിക്കൊന്നും ഞാനേ പറയാറുള്ളൂ എന്ന്. ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത് പ്യുവറായിട്ട് പറയുകയാണെങ്കിൽ ഒരു സർവീസ് ബിസിനസ്സാണ്. അതായത് നിങ്ങൾക്ക് ഞാൻ പഠിച്ച അറിവുകളും കാര്യങ്ങളും, ഞാൻ ഇതേപോലത്തെ ലൈഫ് കോച്ചിങ്ങിൻ്റെ ക്ലാസ്സുകൾ ഞാൻ പങ്കെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മെൻറ്ററിങ് ഞാൻ എടുക്കുന്നുണ്ട്. ഇതെല്ലാം പെയ്ഡാണ്. ആ അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കുകയാണ്, അല്ലേ? അതായത് ഇവൻ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് ലൈഫ് കോച്ചസ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അവരെ കോഴ്സുകളിലൂടെ, അവരെ പ്രൊഡക്റ്റുകളിലൂടെയാണ്. ഇപ്പം ഞാൻ തന്നെ ഈ ഒരു മേഖല എന്ന് പറയുന്നത്, ഇതല്ല എൻ്റെ മെയിനായിട്ടുള്ള ബിസിനസ് എന്ന് പറയുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഹൈലൈറ്റിൽ ബിസിനസ് പാർക്കിൽ ഇപ്പം നമ്മൾ ഒരു ഇങ്ങനെ ഓഫീസ് എടുത്തിട്ടുണ്ട്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രോലേണസ് അക്കാദമി പറഞ്ഞിട്ടുള്ള അക്കാദമി സ്വന്തമായിട്ടുണ്ട്. അവിടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന കോഴ്സാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ വേറെ 2-3 ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് എന്നെ സംബന്ധിച്ചുള്ളത് ഇതെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ക്ലാസ്സുകളോ കാര്യങ്ങളൊന്നും കണ്ടക്ട് ചെയ്യാതെ ഒരു നോർമലായിട്ട്, അതായത് ഇത് എൻ്റെ പാഷനിൽ ഒന്നാണ്. ആ ഒരു പാഷനെ ഞാൻ നിലനിർത്തുന്നതാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം ലേഖ എന്ന് പറഞ്ഞ വ്യക്തി എന്തെങ്കിലും സ്വയം പറയാം, എനിക്ക് സ്വന്തമായിട്ട് നമ്മൾ ഡ്രീം ജേർണൽ എഴുതുക, സ്വന്തമായിട്ട് എനിക്ക് വരുമാനം മാർഗമുള്ള ഒരു ബിസിനസ് എനിക്ക് ആരംഭിക്കണം. ഏത് ബിസിനസ് എന്നൊന്നും ഇപ്പം ചിന്തിക്കേണ്ട, ഒരു ബിസിനസ് ആരംഭിക്കണം. അതായത് ഒരു ബിസിനസ് എന്താ, നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. എല്ലാത്തോടത്തോളം കാലം നിങ്ങളെപ്പോഴും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് വരുമാനമില്ല, എനിക്ക് ഇതില്ല. അവിടെ ബിസിനസ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ നിങ്ങളെ കണ്ണ്, നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങും. അത് ഞാൻ അനുഭവിച്ച കാര്യമാണ്. ഇപ്പം നിങ്ങളൊരു കാർ ആഗ്രഹിച്ചിട്ട് റോഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ കാണുന്ന മുഴുവൻ ആ കാറായിരിക്കും, അല്ലേ? അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? കാറ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ക്ലിപ്പ്, ചിലപ്പോൾ ഒരു ഡ്രസ്സ് നിങ്ങൾ ആഗ്രഹിക്കാം. നിങ്ങൾ ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കാണുന്ന എല്ലാം ആ കാറോ ആ ഡ്രസ്സോ ആയിരിക്കും. അൺമ്യൂട്ടായിട്ട് പറയാം, അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ കാറ് എനിക്കൊരു എക്സ്പീരിയൻസ് പറയാനുണ്ട്. എനിക്ക് ഓൾറെഡി ഒരു കാർ മുന്നേ ഉണ്ടായിരുന്നു, അത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അപ്പോ ഞാൻ ഇതുപോലെ യൂട്യൂബിലൊരു ക്ലാസ് കണ്ടപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പിക്ചേഴ്സ് ആയിട്ട് വാൾപേപ്പർ ആയിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട്. അപ്പൊ ഞാനൊരു ഗൂഗിളിൽ കയറിയിട്ടൊരു കാറിന്റെ ഫോട്ടോ എടുത്തു. അതൊരു ബ്ലൂ കളർ കാറായിരുന്നു. സെയിം കാറ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ വാങ്ങി. എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ പോലും അല്ലാതെ പോയി സെലക്ട് ചെയ്യുന്ന ബ്രദറാണ് പോയത്. ബ്രദർ പോയിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സെയിം ഫോട്ടോ, അതേ കളറ്, അത് തന്നെ, ആ കാർ തന്നെ എനിക്ക് കിട്ടി കഴിഞ്ഞ ആഴ്ച. അപ്പൊ ഞാനങ്ങ് വണ്ടടിച്ചു പോയി. സർ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞോട്ടെ സർ, ഏഞ്ചൽ നമ്പേഴ്സ് ഇല്ലേ, ഏഞ്ചൽ നമ്പേഴ്സ് ഒരു ദിവസം ഞാൻ കാണുന്നത് മൊത്തം ഏഞ്ചൽ, ഒരു 100 കാറ് അല്ലെങ്കിൽ 100 വണ്ടി കാണുമ്പോൾ അത് മൊത്തം ഒരെണ്ണം പോലും ഏഞ്ചൽ നമ്പേഴ്സ് അല്ലാത്തതല്ല. അത്രയ്ക്കും 555, 888, 777, 666, അതില് 44, 43 മുഴുവൻ കാണുന്നത് ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് സർ. ഓക്കെ, അത് ഏഞ്ചൽ നമ്പേഴ്സിനെ നമ്മളൊരു മുന്നേ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നു. ഓരോ ഏഞ്ചൽ നമ്പേഴ്സിനും ഓരോരോ മീനിങ് ഉണ്ട്. അതെന്താണെന്ന് നോക്കുക. ഓക്കെ സർ. അതുപോലെ 786, ഇന്നലെ ഞാൻ 786 എനിക്കൊന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓൺ ദ സ്പോട്ടിൽ അതേ സെക്കൻഡ് തന്നെ ആ 786 വന്നു. ഇത്രയും നമ്പേഴ്സിൽ ഞാൻ ഉദ്ദേശിച്ച അതേ നമ്പർ എത്രയോ വണ്ടികൾ എടുക്കുന്നു സർ. വളരെ വണ്ടറടിച്ചു പോയി ഇന്നലെ ഞാൻ. വല്ലാത്തൊരു അതിശയായി. ഒരു സെക്കൻഡ് ഞാൻ വിചാരിച്ചു നോക്കുന്നത് അടുത്തത് 786 ആ.
ഓക്കെ ഓക്കെ, സന്തോഷം. അത് വല്ലാത്ത വണ്ടറായിരുന്നു. ഇവിടെ നമ്പർ വേറെ നമ്പർ ഇല്ലാത്തതല്ല, മറിച്ച് നമ്മളെ ഇന്ദ്രിയങ്ങൾ നമ്മൾ അതിലേക്ക് കൊണ്ടുവരും. അതാണ് നമ്മളെ മനസ്സും ഇന്ദ്രിയങ്ങൾ നമ്മളുടെ കഴിവ്. ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒരു ബിസിനസ് ഒരു കാര്യം കൂടി ഞാൻ ആ കാർ എന്ന് പറയുമ്പോൾ എന്റെ ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് എനിക്ക് ആ കാറ് എനിക്ക് ഈ അടുത്തൊന്നും എനിക്കൊരു കാറ് വാങ്ങാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അതാ ഞാൻ പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ച പോലെ അതേ കളർ കാറ് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഇത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടി. സത്യം പറഞ്ഞാൽ ഞാൻ ആ വാൾപേപ്പർ എപ്പോഴും എടുത്തുവെച്ചിട്ട് ഇങ്ങനെ നോക്കും ഇതെങ്ങനെ കറക്റ്റ് ആയിട്ട് ഇത് തന്നെ കിട്ടി എന്നുള്ളത്. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്തായാലും സന്തോഷം. അത് വിഷൻ ബോർഡാണ്, നിങ്ങൾ എഴുതി ഒട്ടിക്കാൻ പറഞ്ഞത്, അതിനെയാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് വിഷൻ ബോർഡ് ഇപ്പം നമ്മൾ ഇനി അടുത്ത പ്രൊഡക്റ്റ് ഇറക്കാൻ പോകുന്ന വിഷൻ ബോർഡാണ്. കുറേ പേര് പറഞ്ഞിട്ട് വിഷൻ ബോർഡ് ഒന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. ഞാനും വിഷൻ ബോർഡ്, അതായത് നിങ്ങൾക്ക് വീട്ടിലേക്ക്, അതായത് നമ്മൾ പോസ്റ്റലായിട്ട് വിഷൻ ബോർഡ് അയച്ചു തരുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന A3 സൈസ് വലുപ്പത്തിൽ ഒരു വിഷൻ ഫ്രെയിമെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഒരു നല്ലൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങുന്ന സമയത്ത് എന്തായാലും അറിയിക്കാം. താങ്ക് യു സോ മച്ച്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് കാർ ആഗ്രഹിച്ചു, നമ്പർ ആഗ്രഹിച്ചു, അതാണ് കാണുന്നത്. സത്യത്തിൽ അവിടെ വേറെ നമ്പർ ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ നിങ്ങൾ ഇന്ദ്രിയങ്ങൾ അതിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളിലേക്ക് നിങ്ങളെ ഇന്ദ്രിയങ്ങൾ, നിങ്ങളെ പഞ്ചേന്ദ്രിയങ്ങൾ നിങ്ങളെ നയിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ എപ്പോഴും ശ്രദ്ധ നിങ്ങൾ ആവശ്യങ്ങളിലേക്ക് വെക്കണം, അതായത് ഇല്ലായ്മയിലേക്ക്. അതുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡിന് അത്ര ഇമ്പോർട്ടൻസ്. അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഇന്ദ്രിയങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും സങ്കടങ്ങൾ പറയും, സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെയാണ് പറയുക. ഇവൻ അമ്പലങ്ങളിലും പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്തും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാറ്? ജസ്റ്റ് ചോദിക്കുകയാണ്, ഒരു 5 പേര് പറയാം, നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കാറ്? ദൈവമേ, എൻ്റെ ജീവിതം എന്തിനെങ്ങനെ ആക്കിയത്? അല്ലാഹു, എൻ്റെ ജീവിതം എന്തിനാ ഇങ്ങനെ നശിപ്പിച്ചത്? അല്ലെങ്കിൽ ക്രിസ്തുദേവ, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ആക്കിയത്? ഞാൻ ആരെയും വേദനിപ്പിച്ചില്ലല്ലോ, എന്തിനാ എന്നെ ഇങ്ങനെ മേലോട്ടൊക്കെ എടുത്തൂടെ എന്നൊക്കെ രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ അതിനെ വേണ്ടിയിട്ട് പറയാം, ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഈ ഒരു മൂദേവിയാണല്ലോ എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഈ ആളെയാണല്ലോ എനിക്ക് പങ്കാളി കിട്ടിയത് എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടാവാറുണ്ടോ? പറയാൻ സത്യസന്ധമായ രീതിയിൽ പറഞ്ഞോളൂ. എല്ലാവരും ക്യാമറ എല്ലാം കുറെ പേര് ഓഫ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഓൺ ചെയ്ത് വെക്കുക, കണ്ട് സംസാരിക്കില്ല, അതല്ലേ വ്യത്യാസം. എല്ലാവരും ക്യാമറ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് മുന്നേ. ഓക്കെ. അതായത് ഞാൻ ഈ പറയുന്നത് ഞാനും ഇതേപോലെ തന്നെയാണ് ചോദിച്ചത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇതാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാ, ഞാൻ ആരെയും മനഃപൂർവ്വം വേദനിപ്പിച്ചില്ല, എന്നിട്ട് എത്ര വേദന എന്തിനാ നൽകിയത് എന്ന രീതിയിലാണ് ഞാൻ ചോദിക്കാറ്. അതായത് പേഴ്സണലി ഞാൻ അങ്ങനെ ബോധപൂർവ്വം ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറില്ല. പക്ഷെ എൻ്റെ ലൈഫിൽ എപ്പോഴും ഈ വേദന വരുന്ന സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു, ദൈവമേ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നീ ഉണ്ടോ? ശരിക്കും നീ ഉണ്ടോ? കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നില്ലേ, പാപികളെ പനം പോലെ വളർത്തുന്നുള്ളേ. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവായുള്ള കാര്യമുണ്ട്, നെഗറ്റീവായ കാര്യമുണ്ട്. നമ്മുടെ ശ്രദ്ധ എവിടെയാണ് കൊടുക്കുന്നത്? എപ്പോഴും നെഗറ്റീവായുള്ള ടോക്സിക് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളാണ് കൊടുക്കുന്നത്. കാരണം നമ്മളെ ശ്രദ്ധ, അതാണ് ഞാൻ പറഞ്ഞത്, വീണ്ടും പറയാണ്, ശ്രദ്ധ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവിടെയാണ്. അതായത് യഥാദൃഷ്ടി തഥാ സൃഷ്ടി എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ എപ്പോഴും നെഗറ്റീവായ വ്യക്തികളിലും നെഗറ്റീവായ കാര്യങ്ങളിലുമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവർ വളരും. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് എടുക്കാം. നിങ്ങൾ തെറി വിളിക്കുന്ന ആൾക്കാർ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മനസ്സിൽ ഇയാൾ പൊട്ടനല്ലേ, എന്നിട്ട് നിങ്ങൾ എന്താണ് ആ വ്യക്തിയുടെ വീഡിയോസ് കാര്യങ്ങളാണ് കാണുക. എന്തിനാണ് കാണുന്നത്? തെറി വിളിക്കാൻ വേണ്ടിയിട്ട്. അവരൊരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വലിയ കാറ് വെച്ചു, വലിയ ഇത് വെച്ചു, അത് വെച്ചു എന്നൊക്കെ കാണാറില്ലേ? അതിന് റീസൺ എന്താണെന്ന് അറിയാം. ഇപ്പം സോഷ്യൽ മീഡിയ, ഇപ്പം നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, അറ്റൻഷൻ ഈസ് ദ മണി, അറ്റൻഷൻ ഈസ് മണി എന്ന് പറയും. അത് നിങ്ങൾ എവിടെയാണോ നിങ്ങളെ അറ്റൻഷനെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ കുറേ കോപ്രായങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ കാണിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ അറ്റൻഷനെ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ അറ്റൻഷൻ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായ കാര്യങ്ങളിൽ കൊടുക്കാതെ നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്തിട്ട്, വീഡിയോസ് ആകട്ടെ ഹാൻഡ് പിക്ക് ചെയ്തിട്ട്, അതായത് എനിക്ക് ആവശ്യമുള്ള, ഇപ്പോൾ എനിക്ക് ബിസിനസ് തുടങ്ങണം, ഇപ്പം ഞാൻ എലമെൻറ്റ് മാസ്റ്റർ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, ബിസിനസ് തുടങ്ങും. നിങ്ങൾക്ക് ഐഡിയ ഇല്ലെങ്കിൽ എൻ്റെ ഒരു പറയും, ഞാൻ കുറേ ഐഡിയ നിങ്ങൾക്ക് നൽകാം, തുടങ്ങുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ലീന അദ്ദേഹത്തിന് ഗവൺമെൻറ്റ്സിന് ബിസിനസ് തുടങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കസ്റ്റമൈസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തുടങ്ങും. അങ്ങനെ അദ്ദേഹം തുടങ്ങി, അദ്ദേഹത്തെ സെയിൽ ചെയ്യാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. കുറേ പേരുടെ ഇപ്പം സുജ വരുന്ന സമയത്ത് അദ്ദേഹം ഇംഗ്ലീഷ് ടീച്ചർ കാര്യങ്ങളായിരുന്നു. ഒരു മോട്ടിവേഷൻ സ്പാർക്ക് കിട്ടിയിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ലൈഫ് കോച്ചിങ്ങിനെ
കടക്കവും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഫസ്റ്റ് തന്നെ നമ്മളെ യൂട്യൂബ് ചാനലാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ലിങ്കും എല്ലാം തന്നെ നമ്മളെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്താണ് നമ്മളിലേക്ക് പണം വരിക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ശ്രദ്ധ, നിങ്ങൾ ഇനി മുതൽ ചുറ്റും പലതും സംഭവിക്കും. യുദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ, കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, എല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധങ്ങളും കാര്യങ്ങളും പേടിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ചുറ്റും എപ്പോഴും പലതും സംഭവിക്കും. ആ ചിന്തയും വെച്ചിട്ട് നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഒന്നും ചേഞ്ചസ് വരില്ല. എൻ്റെ നാട്ടിൽ ഫാജിക്ക എന്ന് പറഞ്ഞ ആളുണ്ട്. ഫാജി എന്നാണ് പേര്, ഫാജിക്ക എന്നാണ് ഞങ്ങൾ വിളിക്കുക. എൻ്റെ അച്ഛൻ്റെ ഞങ്ങൾ ഫാമിലി ഫ്രണ്ടാണ്. അന്നേരം എല്ലാവരും പറയുന്ന പോലെ തന്നെ ഗൾഫിലല്ലോ പ്രശ്നമാണല്ലോ, എങ്ങനെ ക്ലിഫ് പോയി രക്ഷപ്പെടുമെന്ന് ചോദിക്കും. അതിൽ പുള്ളിക്കാരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അനിയൻ്റെ ഞാനുള്ള സമയത്ത് ഇതേപോലെ തന്നെ പറയുന്നുണ്ട് ആൾക്കാർ ഗൾഫിൽ പോകുന്ന രക്ഷപ്പെടൂല എന്നുള്ള. ഞാൻ പോയി, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ വീട് വെച്ച് കാര്യങ്ങൾ ചെയ്തു. അതേപോലെ തന്നെ ഇനിയും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും രക്ഷപ്പെടില്ല എന്നുള്ള. പക്ഷെ നീ അതിനുവേണ്ടി ശ്രമിക്കാൻ നിനക്ക് അതിൻ്റെ വഴികൾ തുറക്കും എന്നുള്ളതാണ് റിയാലിറ്റി. അതാണ് നമ്മുടെ ചുറ്റും പ്രോബ്ലംസ് ഉണ്ട്. ഈ പ്രോബ്ലംസ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെ ഫ്രണ്ട്സ്, അടുത്ത പോയിന്റാണ്, നിങ്ങൾ ആരുമായിട്ടാണ് നിങ്ങളെ പ്രോബ്ലംസ്, ഈവൻ പ്രോബ്ലംസ് അല്ല, നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആരോടെയാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്? സ്വതവേ ഫെയിലിയർ ആകുന്ന വ്യക്തികളുടെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ ഒരു പാറ്റേൺ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇവർ രാത്രി ഇവരെ ഫ്രണ്ട്സിനെ വിളിക്കും, എന്നിട്ട് പറയും എടാ എൻ്റെ ലൈഫിൽ ഇത്രയും പ്രോബ്ലം ഉണ്ട്. അന്നേരം ഈ ഓപ്പോസിറ്റ് ആയ വ്യക്തി അതിനേക്കാളും വലിയൊരു പ്രോബ്ലം പറയും, എന്നിട്ട് ആശ്വസിക്കും, ഓ നമ്മൾ ലൈഫ് എങ്ങനെ ആയിപ്പോയല്ലോ എന്ന രീതിയിൽ സങ്കടങ്ങൾ പറഞ്ഞിട്ട് ആസ്വദിക്കും അല്ലേ. ഇതിൽ ഹരി നന്ദനയോ അദ്ദേഹം ചിരിക്കുന്നുണ്ട്. കുറേ പേരുണ്ടാവും അല്ലേ. രാത്രി ആ സമയത്ത് നിങ്ങൾ ഫ്രണ്ട്സിനെ വിളിക്കാം. ഒരിക്കലും നിങ്ങളെ കംപ്ലയിൻസ്, നിങ്ങളുടെ പെയിന് ഫ്രണ്ട്സുമായിട്ട് അങ്ങനെ ഷെയർ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് പറയുന്ന സമയത്ത്, കൂടുതലായിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവർ നിങ്ങളെ കുറിച്ചുള്ള ചിന്തയും അവരെ സങ്കല്പത്തിൽ നിങ്ങളെപ്പോഴും ഫെയിലർ ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് കരുതുക. അതുകൊണ്ട് നിങ്ങളെ പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ എഴുതി കത്തിച്ചുക. അല്ലെങ്കിൽ ഇതേപോലത്തെ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ഇതേപോലെ മെൻറ്ററിങ് എടുക്കുന്ന ആൾക്കാരായിട്ട് പറയുക. അതിന് അവിടെ അവർ കേൾക്കുകയും ചെയ്യും, അവർ അതിന് സൊല്യൂഷൻസ് ആക്കും. നിങ്ങളെ ഫ്രണ്ട്സിനോട് പറയുന്നത് എന്താണെന്നറിയാം, അവർ സ്വാതന്ത്ര്യം സാരയില്ല എൻ്റെ ജീവിതം കണ്ടില്ലേ ഇങ്ങനെ തന്നെ സ്വാതന്ത്ര്യപ്പിക്കുക മാത്രം ചെയ്യും. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യും, കംഫർട്ട് സോണിലേക്ക് എത്തും. എല്ലാ ലോകത്തെല്ലാം തന്നെ ഇങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്, സാരയില്ല ചിന്തിക്കും. നേരെ മറിച്ച് അതിൽ ഞാൻ തന്നെ എൻ്റെ ഒരു കാര്യമായിരുന്നു. ഞാൻ കുറേ കോളേജ് ലൈഫിൽ എപ്പോഴും എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹോസ്റ്റലിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാനെന്ത് ചെയ്യും, രാത്രി അവൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ സങ്കടങ്ങളും കാര്യങ്ങളും പറയും. അവൻ്റെ സങ്കടങ്ങൾ പറയും. ഈ സങ്കടങ്ങൾ പറഞ്ഞ് ലാസ്റ്റ് ഫ്രണ്ട്സ് നഷ്ടപ്പെട്ടു, കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. അന്നേരം ഞാൻ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മൊത്തം ശത്രുക്കളാണ്, കാര്യങ്ങളാണ് ചിന്തിച്ചത്. സത്യത്തിൽ എൻ്റെ ചിന്താഗതിയും എൻ്റെ സംസാരത്തിലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നില്ല. എപ്പോഴാണോ എൻ്റെ ചിന്തകളിലും എൻ്റെ സംസാരത്തിലും എൻ്റെ പെരുമാറ്റത്തിലും പോസിറ്റിവിറ്റി കൊണ്ടുവന്നത്, അതായത് നമ്മൾ ഇൻറ്റൻഷനെയാണ് അത് ചെയ്തത്, തനിയെ ആയിരുന്നു പൊട്ടി മുളച്ചല്ല, നമ്മളതിന് മാറ്റിയെടുക്കാനുള്ള ഇൻറ്റൻഷൻ വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയത്, അതിലൂടെ എനിക്ക് മാറ്റം സംഭവിച്ചെന്നുള്ളതാണ്. അവിടെ ഞാൻ കൊണ്ടുവന്നത് എൻ്റെ ഇന്നർ ചൈൽഡിനെ, എൻ്റെ കുട്ടിക്കാലത്തിലെ. കാരണം കുട്ടിക്കാലത്ത് ഞാൻ അനുഭവിച്ച കാര്യമാണ് എപ്പോഴും ഇൻസൾട്ടാണ്. ഞാൻ എലമെൻറ്റ് മാസ്റ്ററിയിൽ നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് 4 ദിവസം ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ്. ഇന്നർ ചൈൽഡ്, അതായത് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് അങ്ങനെ അംഗീകാരമോ സ്നേഹമോ ഒന്നും കിട്ടിയിട്ടില്ല. അത് അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും പ്രോബ്ലംസ് ആയിരുന്നു, കുറേ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കാരണം അവിടെ ഒരു ഇൻസെക്യൂർഡ് ചൈൽഡായിരുന്നു ഞാൻ. ഇൻസെക്യൂർഡ് ചൈൽഡ് എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് അങ്ങനെ സ്നേഹം കിട്ടാത്ത കുട്ടി, ഒരു സെക്യൂരിറ്റി കിട്ടാത്ത കുട്ടിയായിരുന്നു. അതുപോലെ എനിക്കൊരിക്കലും ഒരു കോൺഫിഡൻസോ കാര്യങ്ങളൊന്നും തന്നെ പണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് എന്നെ തന്നെ എൻ്റെ കുട്ടിക്കാലത്തെ എന്നെ പോയിട്ട് ഹീൽ ചെയ്ത സമയത്താണ് എനിക്ക് ചേഞ്ച് വന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ മെഡിറ്റേഷനാണ്, എലമെൻറ്റ് മാസ്റ്ററി കൊടുക്കുന്ന മെഡിറ്റേഷനാണ്. അതിൽ നിങ്ങളെ കുട്ടിക്കാലത്തേക്ക്, ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ കുട്ടിക്കാലത്തേക്ക് പോയിട്ട് ആ കുട്ടിയെ ഹഗ് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായോ? ആ കുട്ടിയെ ഹഗ് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. നിങ്ങൾ കുട്ടിക്കാലത്ത് സ്കൂൾ ലൈഫിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇപ്പോൾ ഉള്ള നിങ്ങൾ അതിനെ ഹഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കരയും തോന്നുകയാണെങ്കിൽ കരഞ്ഞോളൂ. അതായത് വിങ്ങി പൊട്ടുകയാണ്, കണ്ണീര് വരികയാണെങ്കിൽ തുടക്കാൻ പാടില്ല, കരയുക. നിങ്ങളുള്ളിൽ അടക്കി വെച്ച വേദനയും കാര്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്. ഒരിക്കലും പെയിന് നിങ്ങൾ എത്രത്തോളമാണോ സപ്രസ് ചെയ്ത് വെക്കുന്നത് അത്രത്തോളം നിങ്ങളിലെ അത് രോഗങ്ങളായിട്ടോ ചിലപ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിക്കും. ഈ ദേഷ്യം കാര്യങ്ങൾ എന്താണെന്ന് അറിയാം, കുട്ടികളോടാണ് നമ്മൾ പൊട്ടിത്തെറിക്കുക. അതിനെല്ലാം തന്നെ നമ്മൾ ഹീൽ ചെയ്യുക. കാരണം ഞാൻ എൻ്റെ കോളേജ് ലൈഫിൽ അമ്മയോടും അച്ഛനോടും എപ്പോഴും ദേഷ്യപ്പെടുമായിരുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്, ചെറിയ കാര്യത്തിന് പോലും.
കാരണം ഞാൻ സപ്രസ് ചെയ്ത് വെക്കുന്ന ദേഷ്യങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ കൂട്ടുകാർ ദേഷ്യപ്പെടും കാര്യങ്ങളും ചെയ്യും. ഇത് കാരണം എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. എപ്പോഴും എനിക്ക് ഭയങ്കര എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ആ ദേഷ്യങ്ങളെല്ലാം കുറഞ്ഞ് ഞാൻ എന്നെ തന്നെ ഹീൽ ചെയ്ത് എനിക്ക് എല്ലാവരുടെ സ്നേഹമാണുള്ളത്. ഈവൻ എന്നെ വേദനിപ്പിച്ച വ്യക്തികൾ കോളേജ് ലൈഫിൽ എനിക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കോളേജിലെല്ലാം ചില കുട്ടികളുണ്ടാവില്ലേ, ഭയങ്കര വീക്കായിട്ടുള്ള കുട്ടികൾ. സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യും, ഈ വീക്കായിട്ടുള്ള കുട്ടികളൊന്നും അടിക്കും, അവർ തിരിച്ചടിക്കില്ല അല്ലേ. വീക്കായിട്ടുള്ള കുട്ടികളുണ്ടാവും, ഒന്ന് മുഖത്തോ അല്ലെങ്കിൽ പുറത്തോ ആയിരുന്നു അടിച്ചങ്ങ് പോകും. അങ്ങനെ അടി കൊണ്ട വ്യക്തിയാണ് ഞാൻ. അത് നമ്മളൊരു കളിപ്പാവയെ പോലെയാണ്, കാരണം ഞാൻ വളരെ ലീനാണ്, കളിപ്പാവയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ അനുഭവിച്ചിരുന്നു. അന്നേരം അവരുടെ ദേഷ്യം റിവെഞ്ച് ചെയ്യണം, അവരുടെ മുന്നിൽ വലിയ ആളായി കാണിക്കണം, അവർ രക്ഷപ്പെടാൻ പാടില്ല, അവരെ ദൈവം ശപിക്കണം എന്ന രീതിയിലുള്ള ചിന്തയായിരുന്നു എനിക്ക് മുന്നേ ഉണ്ടായിരുന്നത്. ഇന്ന് എനിക്ക് അവരോട് ഭയങ്കര സ്നേഹമുള്ളത്, കാരണം അവരും ഇതേപോലെ തന്നെ അറിവില്ലായ്മയാണ്. അവരോട് ക്ഷമിക്കുക, അതുപോലെ അവർക്ക് നന്മ വരട്ടെ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന് കാരണം എനിക്ക് എന്നെ ഹീൽ ചെയ്തുകൊണ്ടാണ്. എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ചിന്തിക്കാൻ ഞാൻ നിൽക്കാറില്ല. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശപ്പെട്ട അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. ഞാൻ അതിനേക്ക് ഇറങ്ങിച്ചെന്ന്, കാരണം നമ്മൾ അവിടെ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ അതിനെ ഹീൽ ചെയ്യുക. ചിലപ്പോൾ നിങ്ങളെ അച്ഛനമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ മംഗളി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് കാരണം നിങ്ങൾക്ക് കുറേ സങ്കടങ്ങളും കാര്യങ്ങളുണ്ടാവും. അതിനോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഹീലിംഗ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പണം വരും, എല്ലാ കാര്യങ്ങളും വരുന്നതാണ്. നല്ല ബന്ധങ്ങൾ വരും, ഉള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാവും. ഇപ്പം ഇന്ന് കുറേ 2 പേര് സക്സസ് സ്റ്റോറി അയച്ചു ചെയ്യുന്നു അലൈൻമെൻറ്റ് മാസ്റ്ററില്ല. പേഴ്സണലി അവർ റിലേഷൻഷിപ്പ് എല്ലാം തന്നെ ഹീലായി, രോഗങ്ങൾ ഹീലായി ഇതെല്ലാം തന്നെ പറഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ 4th ലെവലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ 2 ലെവൽ ചെയ്യില്ല. അവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ കുട്ടിക്കാലത്തേക്ക് പോവുകയാണ്. കുട്ടിക്കാലത്ത് നിങ്ങളെ കാണാണ്, ആ കുട്ടി കരയുകയാണ്. എന്തുകൊണ്ടാണ് കുട്ടി കരയുന്നത്? മനസ്സിൽ അത്രയും സ്ട്രെസ്സും കാര്യങ്ങൾ കൊണ്ടാണ്. ആ കുട്ടിയെ നിങ്ങൾ ചേർത്ത് പിടിച്ച് ഹഗ് ചെയ്യാണ്. അത് ഞാൻ പറയും, ഹഗ് ചെയ്ത് കെട്ടിപ്പിടിക്കുക എന്ന് പറയും. അതിനെ കെട്ടിപ്പിടിക്കാം. പിന്നെ നിങ്ങളെ കോളേജ് ലൈഫിലേക്ക്, സ്കൂൾ ലൈഫിലേക്ക് പോകും. അവിടെയുള്ള കുട്ടിയെ നിങ്ങൾ കെട്ടിപ്പിടിക്കണം. അതിനുശേഷം ഇപ്പോഴുള്ള ജീവിതത്തിൽ, ഇപ്പോഴുള്ള കുടുംബ ജീവിതത്തിൽ നിങ്ങളെയും കെട്ടിപ്പിടിക്കണം. അങ്ങനെ ഹഗ് ചെയ്ത് നമ്മൾ അതിനെല്ലാം തന്നെ തുറന്ന് സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത്, നിങ്ങളെ പാസ്റ്റിനെ നോക്കുന്ന സമയത്ത് പെയിൻ ഉണ്ടാവില്ല. അതായത് പാസ്റ്റിൽ കുറേ വേദനയും കാര്യങ്ങളും അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ വീണ്ടും അതായത് നമ്മുടെ ഉള്ളിൽ എന്താണ് ഉണ്ടാകുക? വേദന ഉണ്ടാകുക, സങ്കടങ്ങളാണ് ഉണ്ടാകുക. യു വിൽ നോട്ട് അട്രാക്ട് വാട്ട് യു വാണ്ട്, യു വിൽ ഓൾവേസ് അട്രാക്ട് വാട്ട് യു ആർ. അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കോട്ടാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. കാരണം തെരുവിൽ കിടക്കുന്ന യാചകന് പോലും വലിയൊരു കോടീശ്വരനെ ആഗ്രഹിക്കും. എന്നാൽ ഉള്ളിലാണെങ്കിൽ ദാരിദ്ര്യമാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ പെയിനാണുള്ളത്, നിങ്ങൾ പെയിനാണ് അട്രാക്ട് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമാണുള്ളത്, സ്നേഹമാണ് നിങ്ങളെ അട്രാക്ട് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന മെഡിറ്റേഷൻ ഇതാണ്. ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയുള്ള മെഡിറ്റേഷനാണ് ഉണ്ടാവുക. ഓർമ്മ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? കുട്ടിക്കാലത്ത് വലുതായിട്ടൊന്നും ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് നിങ്ങൾ ഓർമ്മയില്ലെങ്കിൽ അതിനെ ഹൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഹൈഡ് ചെയ്യാണ്. ചില ആൾക്കാർ പറയും, ഇപ്പം എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു ലേഡിയായിരുന്നു, എനിക്ക് കുട്ടിക്കാലത്ത് എനിക്ക് ഓർക്കാൻ താല്പര്യമില്ല എന്ന് പറയും. ഞാൻ പറയും, നിങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കുക, അലൈൻമെൻറ്റ് മാസ്റ്ററിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞു. കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു. അത് കാരണം അവർ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർത്താറില്ല, കാരണം സ്ട്രെസ് ആയി പോകും. അന്നേരം അവർ അലൈൻമെൻറ്റ് മാസ്റ്ററിൽ പങ്കെടുത്തിട്ട് അവരെന്ത് ചെയ്ത്, അവർ ആ ഒരു ഹീലിംഗ് വന്ന സമയത്ത് പൊട്ടി കരയാണ് ചെയ്തത്. പൊട്ടിക്കരഞ്ഞു. അതിനുശേഷം ഒരു 2ാമത്തെ മാസം അലൈൻമെൻറ്റ് മാസ്റ്റർ 2ാമത്തെ ബാച്ചിൽ അവർ പറഞ്ഞു, സാറേ ഇപ്പോഴാണ് എനിക്ക് ചിരിക്കാൻ പറ്റുന്നത്, ഇപ്പോഴാണ് എനിക്ക് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കാലത്തുള്ള ആ വേദനയെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നതുകൊണ്ടാണ്. അവിടെ ഹൈഡ് ചെയ്ത് വെക്കുകയല്ല ചെയ്യേണ്ടത്, അവിടെ ഫേസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നട്ടൽ നിവർത്തിയിരിക്കുക. ഓക്കെ, കൈകൾ ഫ്രീ ആയിട്ട്, കൈകൾ തുറന്ന് തുടയുടെ മുകൾ ഭാഗത്തേക്ക് വെക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ ഞാൻ പറയുന്ന ആ ഒരു ഗൈഡൻസിലേക്ക് നിങ്ങൾ എത്തുക. ഇപ്പം ഞാൻ പറയും, നിങ്ങൾക്ക് വേദന വരികയാണെങ്കിൽ കരഞ്ഞോളൂ, വെള്ളം വേണമെങ്കിൽ കുടിച്ചോളൂ. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്നാ ചെയ്യുമ്പോഴാണ്. ഓക്കെ, അതിനാൽ കൈകൾ തുറക്കുക. നിങ്ങൾക്ക് കുട്ടിക്കാലത്തുള്ള ആ വേദന നിങ്ങളത് ഫീൽ ചെയ്യണം. കരയാൻ തോന്നാൻ കരയുക. ഇങ്ങനെ സ്കൂൾ ലൈഫിലുള്ള വേദനകൾ നിങ്ങൾ സപ്രസ് ചെയ്ത് വെക്കാതെ അത് എക്സ്പ്രസ് ചെയ്യണം. എന്നിട്ട് ആ കുട്ടിയെ ഞാൻ പറയും ഹഗ് ചെയ്യാൻ പറയും. അന്നേരം എന്ത് ചെയ്യണം? 2 കൈകളും ചേർത്ത് വെച്ച് ആ കുട്ടിയെ ഹഗ് ചെയ്ത് കെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. വീണ്ടും റിലൈസ് ചെയ്യാൻ പറയും. പിന്നെ കോളേജ് ലൈഫിൽ ഇപ്പോഴുള്ള നിങ്ങളെ 2 പേരെയും 3 പേരെയും നമ്മൾ ഹഗ് ചെയ്യണം.
അതാണ് ചെയ്യാൻ പോകുന്നത്. അന്നേരം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കണ്ണുകൾ അടച്ചിരിക്കുക, ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങളുടെ ഓരോ ശരീരഭാഗങ്ങളെയും കാണുക. കാൽവെള്ള, കാലുകൾ, ലൈംഗിക അവയവം, വയർ, പുറം, ഹൃദയഭാഗം, ഇരു കൈകൾ, കഴുത്ത്, മുഖം മുഴുവനായും കാണാൻ ശ്രമിക്കുക. വീണ്ടും ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. നിങ്ങളുടെ കുട്ടിക്കാലത്ത് എങ്ങനെയുള്ള വീട്ടിലാണ് നിങ്ങൾ താമസിച്ചത്? ആ വീടിനെ കാണുക. ആ വീട് ഓടിട്ടതാണോ അതോ വാർത്തതാണോ ഓലമേഞ്ഞതാണോ? ഏതരം പെയിന്റാണ് ആ ഒരു വീടിന് അടിച്ചിരിക്കുന്നത്? അതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണുക. ആ ഒരു വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലുകയാണ്. ആ വീട്ടിന് മുൻപിലായി ഒരു കുട്ടി ഇരിക്കുന്നു. ആ കുട്ടിയുടെ അടുത്തേക്ക് നിങ്ങൾ പോയി നോക്കുമ്പോൾ ആ കുട്ടി കരയുകയാണ്. അവൻ്റെ മുഖം കാണുമ്പോൾ അത് നിങ്ങളുടെ മുഖം തന്നെയാണ് നിങ്ങൾ കാണുന്നത്. ആ കുട്ടി കരയുകയാണ്. നിങ്ങളുടെ കുട്ടിക്കാലത്ത് എന്തൊക്കെ വേദനകളാണ് നിങ്ങൾ അനുഭവിച്ചത്? അച്ഛൻ്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? അവരുടെ വാക്കുകൾ, അവർ ശാരീരികമായി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ആ ഒരു വേദനയെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ആ കുട്ടി കരയുകയാണ്. അത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ അനുഭവിച്ച ആ വേദനകൾ, ആരോടും പറയാതെ അടക്കി വെച്ച ആ വേദനകൾ, നിങ്ങൾ മറക്കാൻ ശ്രമിച്ച ആ ഒരു വേദന നിങ്ങളിലേക്ക് പുറകെ വരികയാണ്. കുട്ടിക്കാലത്ത് ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടോ? വാക്കുകൾ കൊണ്ട്, ശരീരം കൊണ്ട് നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടോ? ആ സങ്കടം, ആ ഒരു വേദന ഇപ്പോൾ അനുഭവിക്കുക. ആ കുട്ടി നിങ്ങളെ മുന്നിൽ നിന്ന് കരയുകയാണ്. ആ കുട്ടി സങ്കടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. നിങ്ങളുടെ ശരീരത്തിലും ആ സങ്കടം കൊടുക്കുക. ശരീരം നീറി നീറി നിൽക്കുകയാണ്. നിങ്ങൾ അനുഭവിച്ച, കുട്ടിക്കാലത്ത് അനുഭവിച്ച ഓരോ വേദനകളും നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങൾ അനുഭവിക്കുകയാണ്. നിങ്ങളുടെ കൺമുന്നിലുള്ള ആ കുട്ടിയും ആ സങ്കടം അനുഭവിക്കുകയാണ്. എൻ്റെ ജീവിതം ഇങ്ങനെയല്ല വേണ്ടിയിരുന്നത്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി കരയുകയാണ്. നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം
ഇങ്ങനെ ആയിരുന്നോ? ആ ഒരു വേദന, ആ ഒരു കുറ്റബോധം കാരണം വീണ്ടും വീണ്ടും ഏങ്ങി ഏങ്ങി കരയുകയാണ്. ആ കുട്ടിയുടെ അടുത്തേക്ക് നിങ്ങൾ നടക്കുക. എന്നിട്ട് ആ കുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കി പറയുക, ഇന്നു മുതൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ ഞാൻ സംരക്ഷിക്കുന്നതാണ്. ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. കാരണം നീ എന്ന് പറയുന്നത് ഞാനാണ്. നിന്റെ കൂടെ ഏതവസ്ഥയിലും ഏത് സ്ഥിതിയിലും ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. കാരണം നീയാണ് ഞാൻ, ഞാനാണ് നീ. നിന്നെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു. നീ സുന്ദരി കുട്ടിയാണ്. ആ കുട്ടി നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുകയാണ് നിങ്ങളുടെ വാക്കുകളെ. ആ കുട്ടി കണ്ണീര് തുടച്ച് നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നു. ആ കുട്ടി നിങ്ങളെ കെട്ടിപ്പിടിക്കുകയാണ്. നിങ്ങളുടെ ഇരു കൈകളും ഷോൾഡറിന്റെ 2 ഭാഗത്തായി വെക്കുക. നിങ്ങളുടെ ഇരു കൈകളും ആ കുട്ടിയെ നിങ്ങളെ കെട്ടിപ്പിടിക്കുകയാണ്. ആ കുട്ടി നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. നിങ്ങളും ആ കുട്ടിയോട് പറയുകയാണ്, ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നു. എൻ്റെ ജീവന് തുല്യമായി, എൻ്റെ ജീവനായി ഞാൻ നിന്നെ എന്നും സംരക്ഷിക്കുന്നതാണ്. ആ കുട്ടി വീണ്ടും ചിരിക്കുകയാണ് നിഷ്കളങ്കമായി. അതിനെ അനുഭവിക്കുക, ആ സന്തോഷം അനുഭവിക്കുകയാണ്. സാവധാനം കൈകൾ തുടയുടെ മുകൾ ഭാഗത്തേക്ക് വെക്കുക. വീണ്ടും ശ്വാസമുള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങൾ ഇപ്പോൾ ഉള്ളത് നിങ്ങൾ സ്കൂൾ ലൈഫിൽ, കോളേജ് കാലഘട്ടത്തിലാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ മുറിവ് അനുഭവിച്ചത് എവിടെ വെച്ചാണ്? കൂട്ടുകാരിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്. നിങ്ങൾ ആ ഒരു കോളേജിലേക്ക്, ആ ഒരു സ്കൂളിലേക്ക് പോവുകയാണ്. ആ ഒരു ക്ലാസ് റൂമിൽ മൂലയിൽ ഒരു കുട്ടി കരയുകയാണ്. ആ കുട്ടിയുടെ അടുത്തേക്ക് നിങ്ങൾ പോകുന്നു. അത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സ്കൂൾ ലൈഫിൽ, നിങ്ങളുടെ കോളേജ് ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച വേദനകൾ ആ കുട്ടി നിങ്ങളോട് പറയുകയാണ്. എൻ്റെ കൂട്ടുകാർക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ അധ്യാപകർ എപ്പോഴും എന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല. എൻ്റെ കഴിവുകളെ എനിക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുകയാണ് ചുറ്റുമുള്ളവർ. പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഞാനാണ് ഏറ്റവും മോശപ്പെട്ട വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നു. അതെല്ലാം പറഞ്ഞുകൊണ്ട് ആ കുട്ടി അവിടെ നിന്ന് കരയുകയാണ്. അത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കുട്ടിക്കാലത്ത് അനുഭവിച്ച ആ ഒരു വേദന ഇപ്പോഴും അനുഭവിക്കുകയാണ്. നിങ്ങളുടെ സ്കൂൾ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച കുത്തുവാക്കുകൾ, വേദനകൾ എല്ലാം തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഒരു കുട്ടിയുടെ അടുത്തേക്ക് പോയി കണ്ണുകളിൽ നോക്കി പറയുക, നിന്റെ കഴിവുകളെ ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ കൂടെ ഇന്നും ഞാനുണ്ട്. കാരണം നിന്റെ കഴിവുകളെ ഏറ്റവും കൂടുതൽ അറിഞ്ഞത് അത് ഞാനാണ്. നിന്നെ ഞാൻ ഏതവസ്ഥയിലും നിന്റെ കൂടെ ഞാനുണ്ട്. നിന്നെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു. നിന്റെ കഴിവുകളിൽ ഞാൻ അഭിമാനിക്കുന്നു. ആ ഒരു സ്കൂൾ കുട്ടി നിങ്ങളെ സന്തോഷത്തോടെ നോക്കുന്നു.
ആത്മവിശ്വാസത്തോടെ ആ കുട്ടി ചിരിക്കുകയാണ്. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. ആ ഒരു കോളേജ് കുട്ടി അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിലുള്ള നിങ്ങളെ കെട്ടിപ്പിടിക്കുകയാണ്. സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ നിങ്ങളെ ആ കുട്ടി കെട്ടിപ്പിടിക്കുന്നു. ആ കുട്ടി നിങ്ങളെ നോക്കി പറയുകയാണ്, എനിക്കറിയാം നീ എന്നും എൻ്റെ കൂടെയുണ്ടെന്ന്. നിങ്ങളുടെ ഇരു കൈകളും ഷോൾഡറിൻ്റെ 2 ഭാഗത്തായി വെച്ച് കെട്ടിപ്പിടിക്കുക. ആ കുട്ടിയെ നിങ്ങൾ അത്രയധികം സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുക, നിനക്ക് ഞാനുണ്ട്, എന്നും നിന്റെ കൂടെ ഞാനുണ്ട്. കാരണം നിന്നെ ഞാൻ അത്രയും ബഹുമാനിക്കുന്നു, നിന്നിൽ ഞാൻ അഭിമാനിക്കുന്നു. ആ കുട്ടി പുഞ്ചിരിക്കുകയാണ്, ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിക്കുന്നു. അതിനെ അനുഭവിക്കുക. ആ കുട്ടി എല്ലാം തന്നെ ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യുന്നു. ആ കുട്ടി നിങ്ങളെ നോക്കി ചിരിക്കുകയാണ്. സാവധാനം നിങ്ങളുടെ ഷോൾഡറിലെ 2 കൈകളും തുടയുടെ മുകൾ ഭാഗത്തേക്ക് വെക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങൾ ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ മുന്നിലാണ്. നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങൾ കരയുകയാണ്. എന്താണ് നിങ്ങളെ ഇപ്പോഴും വേദനിപ്പിക്കുന്നത്? ആ ഒരു വ്യക്തി നിങ്ങളെ നോക്കി കരയുകയാണ്. എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഒന്നും തന്നെ നടന്നില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ പങ്കാളിക്ക് എന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, ഞാൻ ആഗ്രഹിച്ച ഈ ഒരു ജീവിതമല്ല എൻ്റെ ജീവിതം, എല്ലാം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഒരു പ്രതീക്ഷയുമില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കുട്ടി കരയുകയാണ്. ആ കുട്ടി സങ്കടപ്പെടുകയാണ്. ആ ഒരു വ്യക്തി മറ്റാരുമല്ല, അത് നിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വേദനകളും പുറത്തേക്ക് വരികയാണ്. എന്നെ എല്ലാവരും പറ്റിക്കുകയാണ്, എനിക്ക് ആരും തന്നെയില്ല, എന്നെ മനസ്സിലാക്കാൻ ആർക്കും സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വ്യക്തി നിങ്ങളെ മുന്നിൽ നിന്ന് കരയുകയാണ്. ആ വ്യക്തിയുടെ അടുത്തേക്ക് നിങ്ങൾ പോവുക. എന്നിട്ട് പറയുക, ഞാൻ നിന്നെ ഉൾക്കൊള്ളുന്നു, നിന്റെ ബലഹീനതകളെ, നിന്റെ വേദനകളെ ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഞാനാണ് നീ, നിന്റെ കൂടെ എന്നും ഞാനുണ്ട്. ഒരു കൂട്ടുകാരനായി, ഒരു കൂട്ടുകാരിയായി ഞാൻ എന്നുമുണ്ട്. നിന്റെ സ്വപ്നങ്ങളിൽ, നിന്റെ ലക്ഷ്യങ്ങളിൽ ഞാൻ എന്നും നിന്റെ കൂടെ തന്നെയുണ്ട്. നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുക. ആ ഒരു വ്യക്തി നിങ്ങളെ കെട്ടിപ്പിടിക്കുകയാണ്. നിങ്ങളുടെ ഇരു കൈകളും ഷോൾഡറിന്റെ 2 ഭാഗത്തായി വെച്ച് കെട്ടിപ്പിടിക്കുക. ആ ഒരു വ്യക്തി നിങ്ങളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്കറിയാം നീ വരുമെന്ന്, നീ മനസ്സിലാക്കുമെന്ന്. അതെ, ഞാൻ വന്നിരിക്കുന്നു നിനക്ക് വേണ്ടി, നിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി. കാരണം നീ കഴിവുള്ള വ്യക്തിയാണ്, സൗന്ദര്യമുള്ളവളാണ്, ഇല്ലെങ്കിൽ സൗന്ദര്യമുള്ളവനാണ്. ഞാൻ നിന്നെ അഭിമാനിക്കുന്നു. ഇത്രയധികം കഴിവും സൗന്ദര്യമുള്ള ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുന്നിലുള്ളത്, അതിൽ അഭിമാനിക്കുക, അതിൽ സന്തോഷിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. ഇരു കൈകളും തുടയുടെ മുകൾ ഭാഗത്തേക്ക് വെക്കുക. ശ്വാസം ദീർഘമായി എടുക്കുക, സാവധാനം
പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുക. മനസ്സിൽ പറയുക, എല്ലാ വേദനകളും ഞാൻ ഇന്ന് പുറത്തേക്ക് വിടുകയാണ്. എൻ്റെ മനസ്സ് ശൂന്യമാണ്, എൻ്റെ ശരീരം ശൂന്യമാണ്. അതിനെ അനുഭവിക്കുക. കൈകൾ പരസ്പരം മനസ്സുക. കണ്ണുകളിലേക്ക് ഊർജം പകരുക. സാവധാനം കണ്ണുകൾ തുറക്കുക. എങ്ങനെയുണ്ടായിരുന്നു മെഡിറ്റേഷൻ? കരയാൻ പറ്റിയ എല്ലാവർക്കും? സങ്കടപ്പെട്ടോ? എല്ലാവരും അൺമ്യൂട്ട് ചെയ്യുക, ക്യാമറ ഒന്ന് ഓൺ ചെയ്തിട്ട് പറയാം, അഭിപ്രായം പറയാ. പറ്റിയില്ല. ആ, അത് കൊറേ ഞാനൊക്കെ കരഞ്ഞു സർ, കരഞ്ഞു. ഓക്കെ, നല്ല കാര്യം. വേറെ ആൾക്കാര്? കരയാനൊന്നും പറ്റിയില്ല സർ, പക്ഷെ നമ്മള് നേരത്തെ എന്നുവെച്ചാല് ഹീലിംഗ് ചെയ്തോണ്ടായിരിക്കും ഞാൻ കരഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പൊ കരച്ചിലൊന്നും. അല്ല, അത് ഹീലായി കഴിഞ്ഞാൽ പിന്നെ കരച്ചില് വരില്ല. ഹലോ സർ. ഹലോ, ഞാൻ സിന്ധു ആണ്. ഞാൻ ഫസ്റ്റ് ആണ് ഇതുപോലെ ഒരു ജോയിൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴും നിർത്തി പറ്റുന്നില്ല. അതാണ് ഓക്കെ, കരയാൻ പറ്റി, അത് നല്ല കാര്യമാണ്. കാരണം ഇതാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ കാര്യം എന്ന് വെച്ചാൽ കരച്ചിലാണ് സത്യത്തില്. അവിടെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ആ വേദനയെ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ഈ വേദന ഹൈഡ് ചെയ്യുന്നതനുസരിച്ച് ഇതിപ്പോൾ നിങ്ങളോട് ഞാൻ പറയാണ്, ചിരിക്കൂ, പോസിറ്റീവായിട്ട് ഇരിക്കൂ, 365 ദിവസം സന്തോഷത്തിലിരിക്കൂ. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ വേദനയുണ്ട്, കുറ്റബോധമുണ്ട്, അപകർഷത പോകുന്നുണ്ട്, ഇതെല്ലാം വെച്ചിരിക്കുകയാണ്. ഇതിനെ പുറത്തേക്ക് കളയുന്ന സമയത്ത് ഹൃദയത്തിൽ നിന്ന് ഒരു ഭാരം ഇറക്കി വെച്ച അവസ്ഥ വരും. ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പണമോ ബന്ധങ്ങളോ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സമാധാനത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എലൈൻമെന്റ് മാസ്റ്ററിലൂടെ ഉദ്ദേശിക്കുന്നത്. കുറേ പേർക്ക് പല റിസൾട്ടും ഉണ്ട്. ഇപ്പം ഗവൺമെന്റ് ജോലി കിട്ടുന്നുണ്ട്, പണം ഇപ്പോൾ 25 ലക്ഷം ഇപ്പോൾ ഇന്നലെയോ കഴിഞ്ഞ ദിവസം 25 രൂപ ചിട്ടിയിലൂടെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹീലിങ്ങിൽ വന്നു കഴിഞ്ഞാൽ, മീൻസ് ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്ത് നിങ്ങളെ വേദനയുടെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ചസ് വരുന്നതാണ്. അത് വെറുതെ പറയല, എൻ്റെ ലൈഫിലും എല്ലാം തന്നെ സംഭവിക്കുന്നതാണ്. അതാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എലൈൻമെന്റ് മാസ്റ്ററി കോഴ്സ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിലൊരു മെഡിറ്റേഷൻ ആണ്. ഓക്കെ, താങ്ക് യു, വെൽക്കം. ഓക്കെ, അതിലൊരു മെഡിറ്റേഷൻ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ വാഴ എന്ന് പറഞ്ഞ സിനിമ കണ്ട സമയത്ത് എനിക്ക് തോന്നി ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ മെഡിറ്റേഷൻ ചെയ്യാമെന്നുള്ളത്. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ പേര് വേദന അനുഭവിക്കുന്നത്, ആ വേദന റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഭാരമില്ലായ്മ അനുഭവിക്കാൻ സാധിക്കും. ഓക്കെ, അന്നേരം ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളെ കുട്ടിക്കാലത്തുള്ള ആ ഒരു വേദനയെ നിങ്ങൾ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. ഈവൻ നമ്മളെ ഇപ്പം നിങ്ങൾക്ക് കുറേ പ്രോബ്ലം അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് എലൈൻമെന്റ് മാസ്റ്ററി പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. എലൈൻമെന്റ് മാസ്റ്ററി വൈഫും ചെയ്യണമെന്നുണ്ടോ മെഡിറ്റേഷൻ ഇന്നർ ചൈൽഡ് ഹീലിംഗ്? എന്താണ്? ഹസ്ബൻഡും വൈഫും ചെയ്യണമെന്നുണ്ടോ ഇന്നർ ചൈൽഡ് ഹീലിംഗ്? ഹസ്ബൻഡും വൈഫും ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഓക്കെ ഓക്കെ, നമ്മളിപ്പോൾ എലൈൻമെന്റ് മാസ്റ്ററി ഇപ്പം ഇതിൽ ശ്രീദേവി ഇനീഷ്യൽ ടൈമിൽ നമ്മളെ കുറേ കരഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ അത് എന്ത് ചെയ്തു, ആ കരച്ചിൽ വരുന്നത് കാരണം അതിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞു. അത് ചിന്തിക്കുന്ന സമയത്ത് ഇപ്പോൾ വേദന വരില്ല. അതിൻ്റെ റീസൺ ഇപ്പോൾ ഞാൻ എലൈൻമെന്റ് മാസ്റ്ററി ഇനീഷ്യൽ ബാച്ചിൽ തുടങ്ങിയ സമയത്ത് ഞാനും അവരോട് കരഞ്ഞു. കാരണം എൻ്റെ മനസ്സിൽ കുറേ വേദനകളും കാര്യങ്ങളുണ്ടായിരുന്നു. അതിനെ എനിക്ക് ഹീൽ ചെയ്യാൻ സാധിച്ചു. ഞാൻ എന്നെ തന്നെ ഹീൽ ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പോൾ എനിക്ക് ഇന്നർ ചൈൽഡിനെ കുറച്ച് ആലോചിക്കുന്ന സമയത്ത് കരച്ചിൽ വരുന്നില്ല. അതാണ് ഹീലിംഗ് എന്ന് പറഞ്ഞ കാര്യം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലെല്ലാം തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. കുറേ ട്രോമാസ് അനുഭവിക്കുന്നു, ലൈഫിൽ എവിടെ സ്റ്റെക്കാണ്, ലൈഫിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്താൻ പറ്റുന്നില്ല എങ്കിൽ ജോയിൻ ചെയ്യാം. അല്ലാതെ ഇങ്ങനെ പോയാൽ മതി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നല്ല കാര്യം. അല്ലെങ്കിൽ സൗജന്യ ക്ലാസ്സിൽ അതിൽ അറ്റൻഡ് ചെയ്യുക. കുറേ പ്രോബ്ലംസ്, കുറേ പ്രശ്നങ്ങളുണ്ട്, അവർ ജോയിൻ ചെയ്യാം. അതേപോലെ ആഗ്രഹിക്കുന്ന ഒരു ലെവലിൽ എത്താൻ പറ്റുന്നില്ല അങ്ങനെയുള്ള വ്യക്തികൾ
സൗജന്യ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യാം? നമ്മളെ മറ്റുള്ളവരെന്ന് ആഡ് ചെയ്ത് അവർക്ക് ഇത് മനസ്സിലാവാൻ പിന്നീട് അതെ അതെന്താന്ന് വെച്ചാൽ അത് ലിങ്ക് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്താൽ മതി. 772 എന്ന് പറഞ്ഞ നിങ്ങൾ ഫ്രീ ക്ലാസ് ലിങ്ക് എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ അയച്ചു തരും, അല്ലെ സ്റ്റാഫ് അയച്ചു, ഞാൻ സ്റ്റാഫ് അയച്ചു തരും. അതുകൊണ്ട് അതേപോലെ നമ്മുടെ ഗ്രൂപ്പ് വഴി നോക്കിയിട്ടത് ആരാക്കാൻ പറ്റണില്ലല്ലോ ആൾക്കാരാ. ഓക്കെ, എറർ കാണിക്കുന്നുണ്ട്. അത് ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് ഞാൻ നോക്കട്ടെ, അല്ലെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ മതി. ലിങ്ക് എന്ന് പറഞ്ഞ് എനിക്ക് 772 എന്ന് പറഞ്ഞ നമ്പറിൽ മെസ്സേജ് കുറെ പേര് ചേർക്കാൻ വേണ്ടിട്ടായിരുന്നു അതിനകത്ത്. ഓക്കെ ഞാൻ ആ ലിങ്ക് അയച്ചു തരാം. അത് അങ്ങനെ ചെയ്താലും മതി, ലിങ്ക് അയച്ചെന്നാലും ലിങ്ക് അയച്ചു തരാം. ഓക്കെ എന്തായാലും ഞാൻ അയച്ചു തരാം കേട്ടോ. കാരണം നമ്മളെ ചുറ്റും കുറേ പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് നമുക്കൊരു വഴികാട്ടിയായി മാറാൻ പറ്റും. അതായത് ചിലപ്പം ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു, ഫ്രണ്ട്സാണ് എന്നെ ജോയിൻ ചെയ്യിച്ചത്. കാരണം നമ്മൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇപ്പോൾ ഫ്രീ ക്ലാസ് ഇങ്ങനെയൊന്നും ആരും ഫ്രീ ക്ലാസ് കണ്ടക്ട് ചെയ്യില്ല. ഫ്രീ ക്ലാസ് ഇപ്പോൾ ഏകദേശം 1 വർഷമാണ് പോകുന്നു. അന്നേരം അതിൽ ബൈനറി മ്യൂസിക് എല്ലാം നൽകിയിട്ടുണ്ട് ഫ്രീ ക്ലാസ് തന്നെ. കാരണം ബൈനറി മ്യൂസിക് ഇന്നലെയുള്ള ഒരാൾ പറഞ്ഞു നല്ല ചേഞ്ച് വന്നു, ബിസിനസ്സിൽ ഗ്രോത്ത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ബൈനറി മ്യൂസിക് എന്ത് ചെയ്യുക, അതെല്ലാം സംഭവം നമ്മൾ എഫേർട്ട് ഇടുന്നതെന്ന് വെച്ചാൽ അതെല്ലാം പെയ്ഡ് ആയിട്ടുള്ള ബൈനറി മ്യൂസിക്കാണ്. നമ്മൾ അത് പെയ്ഡ് ആയിട്ടുള്ള ബൈനറി മ്യൂസിക് ആഡ് ചെയ്തിട്ടാണ് ആ മെഡിറ്റേഷൻസ് എല്ലാം ഡിസൈൻ ചെയ്തത്. അതിലെ 3 മെഡിറ്റേഷൻസ്, യൂണിവേഴ്സൽ ലവ് മെഡിറ്റേഷൻ, അബൻഡൻസ് മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ, ബൈനറി പ്ലസ് സബ്ലിമിനൽ ആഡ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷനാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും ചേഞ്ചസും കാര്യങ്ങളും വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ലൈഫിൽ ഇപ്പം നിങ്ങളെ ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാം കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ലൈഫിൽ രക്ഷപ്പെടുന്നില്ല. അവരെ എന്ത് ചെയ്യാം, നിങ്ങളെ സൗജന്യ ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യാം. സൗജന്യ ക്ലാസ്സിലേക്ക് അതിൻ്റെ ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആഡ് ചെയ്യാൻ മീൻസ് അവർക്ക് ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കും. അവർ ചിലപ്പം ഹെൽത്ത് പ്രശ്നങ്ങളുണ്ടാവും, ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതിനെല്ലാം മാറ്റിയിട്ട് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും അതോടൊപ്പം തന്നെ അവർക്ക് ആഗ്രഹിച്ച ഒരു മൈൻഡ് സെറ്റിലേക്കും എത്തിക്കാൻ സാധിക്കും. അതെല്ലാം ഒരു പുണ്യമാണ്. ഇപ്പം എനിക്ക് തന്നെ എൻ്റെ പല ട്രെയിനേഴ്സും പറഞ്ഞിട്ടുണ്ട് അനുവിൻ്റെ ഫ്രീ ക്ലാസ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഫ്രീ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഫ്രീ ലൈവ്. ഇപ്പോൾ ഫ്രീ ലൈവിൽ തന്നെ ഇപ്പം നിങ്ങൾ മറ്റുള്ള ലൈവിൽ പങ്കെടുക്കാൻ അവർ കോഴ്സിനെ കുറിച്ച് പറയുന്നു. ഇപ്പം ഞാൻ സ്വതവേ ഫ്രീ ലൈവിൽ വരുന്ന അങ്ങനെ കോഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് മാത്രമേ പറയൂ. ഇങ്ങനത്തെ കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ എന്നാണ് പറയാം. അത് ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഒരു 1000 പേരോ 2000 പേരോ വരണമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് കുറച്ച് ആവശ്യമുള്ളവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് റിസൾട്ട് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ 1000 പേര് ഞാൻ തന്നെ ക്ലാസ് പങ്കെടുക്കുന്ന സമയത്ത് 1000 പേരുണ്ടാവും. കുറേ സംശയം ഉണ്ടാവും, സംശയം ചോദിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല എൻ്റെ ക്ലാസ്. ഇതിൽ തന്നെ കുറേ പേര് സംശയം ചോദിച്ചിരുന്നു. അതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഇപ്പോൾ അലൈൻമെന്റ് മാസ്റ്ററി ഓരോ ക്ലാസ്സിലും നമ്മൾ ഒരു 7 മിനിറ്റ് സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. അവർ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് അത്രയും ഡീപ്പ് ട്രാൻസ്ഫോർമേഷൻ അവർക്ക് വരുന്നത്. ടാസ്കുകൾ കൊടുക്കാറുണ്ട്. ഓരോരുത്തരും ഗ്രൂപ്പിൽ ചെയ്യേണ്ട ടാസ്കുകൾ, പേഴ്സണൽ ടാസ്കുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അതെല്ലാം ചെയ്യാനും നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതാണ്. സൗജന്യ ക്ലാസ്സിൽ അതുപോലെ തന്നെയാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് മെഡിറ്റേഷൻസ്, സ്പെഷ്യൽ ടാസ്ക് എല്ലാം തന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. എന്തായാലും കൃത്യമായ രീതിയിൽ എല്ലാവരും സൗജന്യ ക്ലാസ് പങ്കെടുക്കുക. നിങ്ങൾ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവട്ടെ. മറ്റ് ക്ലാസ്സുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്നത് വെറ്റ് മാഗ്നറ്റ് ഇപ്പം നീ ഒരു 7 പറഞ്ഞോളൂ. ഹലോ സർ, ചക്ര ബ്രേസ്ലെറ്റ് ഇത് എങ്ങനെയാ കൊണ്ടുവരും? വെറ്റ് മാഗ്നറ്റ് ആണോ ചക്ര ബ്രേസ്ലെറ്റ് ആണോ? ചക്ര ബ്രേസ്ലെറ്റ്. ഓക്കെ, ചക്ര ബ്രേസ്ലെറ്റ് അത് നിങ്ങൾ മറ്റേ ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വേറൊരു വാട്സപ്പിലേക്ക് പോകും. അശ്വതിയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്, നമ്മളെ സ്റ്റാഫാണ്. അശ്വതിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അശ്വതി അതിന് റിപ്ലൈ നൽകിക്കോളൂ. അത് 899. ശ്രീദേവി അതല്ല, വെൽത്ത് മാഗ്നറ്റ് ആണ് ധരിക്കേണ്ടത്. ഓക്കെ, ഇതെല്ലാം കാര്യങ്ങൾ. എന്തായാലും ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ചക്ര ധരിച്ചോളൂ. പിന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിനില്ല, അത് റോസ് കോഴ്സ് നമ്മൾ ഇറക്കുന്നുണ്ട്. റോസ് കോഴ്സ് 7 ചക്ര എല്ലാത്തിനും, എല്ലാ ചക്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 7 ചക്ര. നിങ്ങൾ ചക്ര മാനിഫെസ്റ്റേഷൻ അറ്റൻഡ് ചെയ്ത ഓരോ ചക്ര, ചാക്ര ചക്ര, മണിപ്പൂർ ചക്ര, എല്ലാ ചക്രങ്ങൾക്കും വേണ്ടിയിട്ടാണ് 7 ചക്ര ബ്രേസ്ലെറ്റ്. വെൽത്ത് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ വെൽത്തിന് വേണ്ടി മാത്രമുള്ള, പണത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇങ്ങനെ റോസ് കോഴ്സ് റിലേഷൻഷിപ്പിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇപ്പം ഈളായി ബ്ലാക്ക് ഒബ്സീഡിയന്റ്, അത്
നെഗറ്റിവിറ്റി റിമൂവ് ചെയ്യാന്നുള്ള ആവശ്യത്തിന് മാത്രമുള്ളതാണ്. അങ്ങനെ ഓരോന്നിനും ഈവിളായിന്റെ അല്ല, നിങ്ങൾ റോഡ് സ്കോട്ട്സ് നമ്മൾ ഇറക്കും, അന്നേരം നിങ്ങൾ മേടിച്ചാൽ മതി. പണത്തിന് വേണ്ടി ഏതാണ് സർ? ബെൽറ്റ് മാഗ്നറ്റ് ആണ്. അതെ, അതാണ്. അതിപ്പോ കൊടുക്കണ്ടോ? അത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 9 പ്രോഡക്റ്റും കൂടിയാണ്. 100 പേർക്ക് നമ്മൾ ഒരു ഓഫർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഞാൻ സ്റ്റാറ്റസ് ആക്കിയ കാര്യങ്ങളോ എല്ലാം ലിങ്ക് ഇട്ടിരുന്നല്ലോ ഗ്രൂപ്പിൽ. ബിസിനസിന് വെൽത്ത് മാഗ്നറ്റ് നല്ലതാണ്, പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്. ബിസിനസ് ഗ്രോത്തിന് തന്നെ വേറെ ഇതുണ്ട്, പക്ഷെ വെൽത്ത് മാഗ്നറ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് പണമായിട്ട് കൊണ്ടുവരും. അത് 800 സംതിങ് ആണോ? അതിന് 1555 അതിൽ നമ്മൾ അത് വെറുതെ ഒരു മാഗ്നറ്റ് എന്ന് പറഞ്ഞ കാര്യം കയ്യിൽ ധരിക്കുന്നില്ല. അതിലൊരു സിജിൽ സിമ്പൽ, അഫർമേഷൻസ്, പിന്നെ മെയിനായിട്ട് മെഡിറ്റേഷൻസ്, ഹീലിംഗ് മെഡിറ്റേഷനും നമ്മൾ നൽകിയിട്ടുണ്ട്. ബൈനറി മ്യൂസിക് വെച്ചിട്ടുള്ള അത് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, എന്നാലാണ് റിസൾട്ട് കിട്ടും. അല്ലാതെ കയ്യിൽ ഒരു ഫാൻസി ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമല്ല ബ്രേസ്ലെറ്റ്. ഇപ്പം 7 ചക്രയുടെ തന്നെ 7 ചക്രക്കും 2 മെഡിറ്റേഷൻ. എന്താണ്? ഹലോ സാർ, എല്ലാ ദിവസവും ഏത് സമയത്താണ്? ഓക്കെ, സൗജന്യ ക്ലാസ് നമ്മൾ ഒരു 8 മണിൻ്റെ ഉള്ളിൽ ഗ്രൂപ്പിൽ 7 മണി മുതൽ 8 മണിൻ്റെ ഉള്ളിൽ ഗ്രൂപ്പിൽ ഓരോ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യും. ഞായറാഴ്ച ദിവസം ലീവാണ്. അതിൽ പോസ്റ്റ് ചെയ്യുന്നത് രാത്രിയിലിടയ്ക്ക് നമുക്ക് സൗകര്യപ്രദം പോലെ ചെയ്താൽ പോരെ എല്ലാ മെഡിറ്റേഷനും? അത് ചെയ്താൽ മതി, അത് ഫ്രീ ടൈമിൽ ചെയ്താൽ മതി കേട്ടോ. പക്ഷെ 3-4 മാസമായി സാർ, അപ്പൊ അലൈൻമെന്റിൽ എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം അലൈൻമെന്റ് മെസ്സേജ് ചേരാച്ചിട്ടാണ് 11. അലൈൻമെന്റ് മെസ്സേജ് ജോയിൻ ചെയ്തോളൂ. നമ്മൾ ആകെ 100 മെമ്പേഴ്സിനെ മാത്രം എടുക്കുന്നത്. മോർണിംഗ് 50, ഈവനിങ് 50 അങ്ങനെ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഈ 10-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനത് 10-ാം തീയതി ഒരു ഫ്രീ ലൈവ് വെച്ചിട്ട് ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അലൈൻമെന്റ് മാസ്റ്ററിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ. ഹലോ, ലോട്ടറി അടിക്കാൻ ഏത് മെഡിറ്റേഷൻ ഒരു ബൈനറി മ്യൂസിക് നമ്മൾ ഗ്രൂപ്പിൽ നമ്മൾ അതിന്റെ ഒരു ബൈനറി മ്യൂസിക് ഫ്രീ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്, അതൊന്നും ചെയ്യും കേട്ടോ. എന്തായാലും സന്തോഷം, വളരെ സന്തോഷം. ഇതിപ്പോ 1 മണിക്കൂറുള്ള ക്ലാസ്സാണ്, 1.5 മണിക്കൂറായിപ്പോയി. കാരണം സ്വതവേ എങ്ങനെയാണ് ക്ലാസ്സിന്റെ രീതി. സ്വതവേ അങ്ങനെ ഫ്രീ ക്ലാസ് ഒന്നും ആരും എടുക്കാറില്ല, ജസ്റ്റ് കുറച്ച് സമയം കൊണ്ട് കാര്യങ്ങൾ പറയാൻ ചെയ്യാം. ഞാനിപ്പോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാറ്, അതുകൊണ്ടാണ് കിട്ടുന്നത്. എന്തായാലും സന്തോഷം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശുഭം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച്.